ലക്ഷ്മി ആർദ്ര എത്തിയിട്ടില്ലേ? സ്വാഗതം. കാണല്ലോ സാറേ, എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യാം. പ്രേമാഷേ, സൗണ്ട് ഇല്ല മാഷിന്റെ. കേൾക്കാലോ സാർ, കേൾക്കാലോ. ഗോവയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എത്തി. എനിക്ക് തൊണ്ടയൊക്കെ 6 ദിവസം ഗോവയായിരുന്നു. എനിക്ക് തൊണ്ടയൊക്കെ നല്ല അടഞ്ഞിട്ടുള്ളത്. മാഷെ, പ്രേമാഷ് വന്നോട്ടാ. ഞാൻ കണ്ടു. സലാം പറഞ്ഞു. നമസ്കാരം. ഞാൻ കണ്ടു. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ റെഡിയാ. എപ്പോ ലക്ഷ്മി തുടങ്ങാം. ആർദ്ര വന്നിട്ടുണ്ട്. ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറം സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയുമാണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ പി പ്രേമചന്ദ്രന്റെ ചിരി മരിച്ച ക്ലാസ് മുറികൾ എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനായി 2ാം വർഷ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനി ആദ രാജേഷിനെ ക്ഷണിക്കുന്നു. സാർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണം വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായന പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു, അറിവുകൾ പകരുന്നു, അതിനപ്പുറത്തേക്ക് ഒത്തിരി തിരിച്ചറിവുകൾ കൂടി നൽകുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ഈ പുതിയ ദിനത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീ P രാമചന്ദ്രൻ മാഷിന്റെ എഴുതിയ ചിരിച്ചു മരിച്ച ക്ലാസ് മുറികൾ എന്ന പുസ്തകമാണ്. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായ സഹകരണം നൽകി ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്ന പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടി ഏറെ ഉത്സാഹത്തോടെ ഇന്നും നടന്നു പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ മാഷിന്റെയും ഹീര ടീച്ചറുടെയും സാന്നിധ്യം തന്നെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട മാഷിനെയും ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലൈബ്രറി ടീച്ചറായിട്ടുള്ള മോണിക്ക ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിരിച്ചുമറിച്ച ക്ലാസ് മുറികൾ എന്ന പുസ്തകമാണ്.
ഈ പുസ്തകത്തിന്റെ രചയിതാവ് പി പ്രേമചന്ദ്രൻ സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി തരുന്നത് SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇടുക്കി DIET അധ്യാപകനുമായ അജീഷ് കുമാർ മാഷാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും മറ്റു പ്രിയപ്പെട്ടവരെയും ഏറെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ആദ്ര. പുസ്തക നിരൂപണത്തിനായി SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഡയറ്റ് ഇടുക്കിയിലെ ലെക്ചററായ അജീഷ് കുമാർ TP സാറിനെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കൃഷ്ണകുമാർ മാഷ്, ഹീര ടീച്ചർ, എൻ്റെ ഗുരുതുല്യനായ പ്രേമേന്ദ്രൻ മാഷ്, അതുപോലെ SNM കോളേജിലെ വിദ്യാർത്ഥികൾ, ഏറെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ്. പ്രേമേന്ദ്രൻ മാഷിൻ്റെ ഈ പുസ്തകം ഇറങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കൃഷ്ണകുമാർ മാഷ് പറയുമ്പോഴാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, പ്രേം മാഷിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ പ്രേം മാഷിന് ഒരു മെസ്സേജ് അയച്ചു. അപ്പോഴാണ് മാഷ് അറിഞ്ഞത് ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്ന്. മാഷ് അപ്പോൾ ഗോവയ്ക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. സിനിമ അല്ലേ, എവിടെ സിനിമയുണ്ടോ അവിടെ പ്രേം മാഷും ഉണ്ട്. പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ പ്രേമേന്ദ്രൻ മാഷെ കണ്ടുമുട്ടുന്നത് സിനിമ വേദികളിൽ തന്നെയാണ്. അപ്പോൾ വലിയ സന്തോഷം തോന്നി. 2013 ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എത്തുമ്പോഴാണ് അവിടെ ഈ പ്രേമേന്ദ്രൻ മാഷെ ആദ്യം കാണുന്നത്. ഞാനപ്പോൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പം അവിടെ ഹയർ സെക്കൻഡറിയിലെ ആളുകൾ, അത് പി രാമൻ സാറ്, പ്രേമേന്ദ്രൻ സാർ, ഇവരെയൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഇവരുടെ ചർച്ചകളും എല്ലാം നമുക്ക് കൂടുതൽ അറിവ് തരുന്നതും ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചൊക്കെയുള്ള ആധികാരികമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതും അങ്ങനെയൊക്കെയാണ്. പിന്നെ പല സമയത്തും പ്രേമേന്ദ്രൻ മാഷിനെ എഴുത്തുകാരനായിട്ടും അധ്യാപകനായിട്ടും നിലപാടുകൾ സ്വീകരിക്കുന്ന കൃത്യതയുള്ള ആളായിട്ടും ഒക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും ഓൺലൈനിലൂടെയൊക്കെ നമ്മൾ വായിച്ചു. അതിൻ്റെയൊക്കെ ഒരു സമാഹാരമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഞാനിപ്പം ഈ പുസ്തകം മുഴുവനായി അവതരിപ്പിക്കുക ഒരിക്കലും സാധ്യമല്ല. കാരണം ഇത് ഇത്രയധികം ലേഖനങ്ങളുണ്ട്. ഓരോ ലേഖനത്തിൻ്റെയും ഉള്ളടക്കം ബൃഹത്തുമാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങാം. ഏറ്റവും പ്രധാനം, നിങ്ങൾക്കെന്ന പോലെ എനിക്കും എന്താണ് പ്രേം മാഷ് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. തീർച്ചയായും ഞാൻ പെട്ടെന്ന് തന്നെ പിൻവാങ്ങാമെന്ന് ഉറപ്പ് പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് പല രീതിയിൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുമ്പോഴും പലരും വായിച്ചു. അത് ചിരി മരിച്ച ക്ലാസ് മുറികളെന്നോ ചിരിച്ചു മരിച്ച ക്ലാസ് മുറികളെന്നോ ഒക്കെ നമുക്ക് വായിക്കാവുന്ന സാധ്യത ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലുണ്ട്. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യവും. നമ്മുടെ ക്ലാസ് മുറികൾ മാറിയിട്ടുണ്ട്. 95 മുതൽ അല്ലെങ്കിൽ 95-97 കാലഘട്ടത്തിലുള്ള നമ്മുടെ പാഠ്യപദ്ധതി മാറിയിട്ടുണ്ട്. എങ്കിലും അത് ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയില്ല എന്നൊരവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തെ ആദ്യ ലേഖനം തന്നെ പാഠം സിലബസിനകത്തും പുറത്തും എന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതിനകത്ത് ഡോക്ടർ VP ഗംഗാധരൻ്റെ ഒരു കൊട്ടേഷനോട് കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. വലിയ അറിവ് തരുന്ന ഒന്ന് തന്നെയാണ്. അത് ഞാൻ വായിക്കാം. മുമ്പൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സാറ് ക്ലാസ്സിൽ വന്നാൽ പുസ്തകം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റു കാര്യങ്ങളും കഥകളും പറയുമായിരുന്നു. പാഠഭാഗങ്ങളെക്കാൾ വലിയ പഠനം അത്തരം പാഠ്യേതര വർത്തമാനങ്ങളും അനുഭവ പരിചയങ്ങളുമായിരുന്നു. പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം വലിയൊരു അളവ് വരെ ജീവിതവും പഠിപ്പിച്ചിരുന്നു എന്നുള്ള ആ കൊട്ടേഷനാണ് സാർ ചേർത്തിരിക്കുന്നത്.
നമുക്ക് തൊട്ട് 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ കൽപ്പറ്റ നാരായണൻ മാഷിന്റെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ സിലബസ് പഠിപ്പിക്കാനല്ല ഞാൻ ചെയ്തിരുന്നത്, പകരം ചില കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉള്ള വർത്തമാനങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിരുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായല്ലോ. അപ്പം ആ രീതിയിലുള്ള ഒരു ആശയം പ്രേമേന്ദ്രൻ മാഷ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഗംഗാധരന്റെ അനുഭവം വരുന്നു, കൊമാല കഥ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ ചർച്ചയായ കഥയാണ് ആ കഥയും. അതുപോലെ തന്നെ ക്ലാസ്സിലൊരു മിശ്ര വിവാഹ ചർച്ച നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുറികൾ എങ്ങനെയാണ് മിശ്ര വിവാഹത്തെ അനുകൂലിച്ച കുട്ടികളെ എങ്ങനെയാണ് ആ സ്കൂളിലെ അധ്യാപകർ കൈകാര്യം ചെയ്തത്, ഇതൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, സന്തോഷം എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ആശയം, അതും അദ്ദേഹം സിനിമയിലൂടെയാണ്, ഈ ഗ്രീക്ക് സംവിധായകന്റെ ഒരു സിനിമയിലൂടെ അത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വൈലോപ്പിള്ളിയുടെ വരികളും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ സന്തോഷം എന്നത് ജീവിതത്തിലെ ചില നിമിഷങ്ങളാണ് എന്നാണ് മാഷ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ വരി ഇതാണ്: മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം എന്നുള്ള വരികളും കൂടി സാറ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലേഖനം വായിക്കുമ്പോൾ തന്നെ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം വരികയാണ്. അത് പാഠ്യപദ്ധതിയെ കുറിച്ചാണ്, അതിനകത്ത് ഉള്ള അധ്യാപകന്റെ റോളിനെ കുറിച്ചാണ്. എന്തായിരിക്കണം ഒരു നല്ല അധ്യാപകൻ എന്നത്. അപ്പൊ കനത്ത സിലബസ്, കനത്ത ഭാരമുള്ള സിലബസ്, ഇത് പ്രേമേന്ദ്ര സാറിന്റെ തന്നെ അതിലെ വാക്കാണ്. അത് മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സിലബസിലൂടെ മാത്രം പോകാൻ കഴിയുന്ന ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ എങ്ങനെയാണ് ഒരു ക്ലാസ് മുറിയെ വെറുക്കപ്പെട്ടതാക്കുന്നത് എന്ന് ഉള്ള ഒരു ആശയമാണ് മാഷ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ പാഠം സിലബസിനകത്തും പുറത്തും എന്ന ഈ ഒന്നാമത്തെ ലേഖനം തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു കാമ്പ് നമ്മളോട് പറയുന്നുണ്ട്. അതാണ്. അപ്പം അത് അദ്ദേഹം പറയുന്നത് ഒരു നല്ല ഒഴുക്കോട് കൂടി ഇത്രയും ഒക്കെ കാര്യങ്ങൾ, അതായത് വി പി ഗംഗാധരന്റെ കൊട്ടേഷൻ, കൊമാല കഥ, അതുപോലെ സിനിമയിലെ കഥ, ക്ലാസ് റൂമിലെ ഒരു ചർച്ച, ഒക്കെ അങ്ങനെ സിനിമയിലെ ഭാഗങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഥ പോലെ ഈ ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഈ ലേഖനം നമുക്ക് വായിച്ചു പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിനകത്ത് നമ്മൾ മുഴുകി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതാണ് ഈ പൊതുവെ ഈ ലേഖനങ്ങളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ ഇത് തന്നെയാണ് കേട്ടോ. ക്ലാസ് മുറിയിലെ അനുഭവങ്ങൾ, സിനിമയിലെ ഭാഗങ്ങൾ, കഥയിലെ ഭാഗങ്ങൾ, കവിതയിലെ വരികൾ, അദ്ദേഹത്തിന്റെ തന്നെ അനുഭവങ്ങൾ, അങ്ങനെ മികച്ച രീതിയിലാണ് നമുക്ക് ഈ പുസ്തകത്തെ ഒരു അനുഭവങ്ങളുടെ ഒരു പുസ്തകം എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആ രീതിയിലാണ്. അപ്പൊ ഇതിനകത്തെ പ്രധാനപ്പെട്ട ആ ഒരു ലേഖനവും ഇതിനകത്ത് ഈ ചിരിച്ചു മരിച്ച ക്ലാസ് മുറി, അദ്ദേഹം ഒരു നമ്മുടെ ഒരു സംസ്കാരം എന്തായിരിക്കണം ക്ലാസ് മുറിയിലെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനകത്ത് ഈ ചിരിച്ചു മരിച്ച അല്ലെങ്കിൽ ചിരി മരിച്ച ക്ലാസ് മുറികൾ എന്നൊക്കെ നമുക്ക് വായിക്കാവുന്ന ആ ലേഖനം, അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ക്ലാസ് മുറികളിൽ തമാശ നിർവഹിക്കുന്ന ധർമ്മം വലുതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കേൾവിക്കാരായിരിക്കാനുള്ള നിർഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാത്രം കൂടപ്പിറപ്പാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ക്ലാസ് മുറിയിൽ നമ്മൾ രാജാവായിരുന്നിട്ട് നമ്മൾ ഒരു പരിശീലനത്തിന് ചെന്നിരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് കൂടുതലും വിദ്യാർത്ഥികളായതുകൊണ്ട് അവരോട് ഇത് പറയേണ്ട കാര്യവുമില്ല. പലപ്പോഴും അവിടെ ഒരു നർമ്മത്തിന്റെ എന്താണ്, എന്നെപ്പോലെ ഒരു അധ്യാപനം ഇതൊന്നും സാധ്യമല്ല. നമ്മൾ സിലബസ് എല്ലാം തന്നെ പോകുന്ന അതിനകത്ത് നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സാധ്യത എങ്ങനെയാണ് അധ്യാപകനെ ഉപയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നർമ്മം എന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. എങ്ങനെയാണ്, ഇപ്പൊ ഒരു കറുത്ത കുട്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ഇരുട്ടായല്ലോ എന്ന അധ്യാപകൻ നർമ്മം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അതിലും വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് മുറിയിലെ നർമ്മം എന്നൊരു നിർവചനം അല്ലെങ്കിൽ അത് സ്വോദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകത്തിലെ പുസ്തകത്തിന്റെ പേരും അത് ഇട്ടത് വെറുതെ ആവില്ല. ഇതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ലേഖനം
ഇതിനകത്തെ രണ്ടാമത്തെ ലേഖനം ഇതാണ്, വാക്കിന്റെ നിഴലും വെളിച്ചവും എന്ന ലേഖനമാണ്. അതിനകത്ത് ഒരു അനുഭവം, ജോണിന്റെ ഒരു അനുഭവം, അത് ഒരു അറിയപ്പെടുന്ന മാനേജ്മെന്റ് പരിശീലക ബാർബറ ഗ്ലാൻസ് പറയുന്ന ഒരു സംഭവം ആണ്. അത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ജോണിന്റെ അനുഭവം എന്ന് വെച്ചാൽ, പലരുടെയും മറ്റുള്ളവർ നിൽക്കുന്ന അഭിനന്ദനങ്ങൾ എങ്ങനെ അറിയാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ജോൺ പറഞ്ഞത്, ടീച്ചർ അദ്ദേഹത്തിന്റെ ഒരു കവിത ക്ലാസ് മുറിയിൽ വെച്ച് അവതരിപ്പിക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ബാർബറ ഗ്ലാൻസ് അദ്ദേഹത്തോട് പറയുന്ന അങ്ങനെയാണെങ്കിൽ അധ്യാപികയ്ക്ക് ഒരു കത്ത് എഴുതിക്കൂടെ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു കത്ത് എഴുതി. അപ്പൊ ആ കത്ത് ചെല്ലുമ്പോഴാണ് ആ അധ്യാപിക തിരിച്ചറിയുന്നത്. അത് വളരെ അവര് പറയുന്ന മറുപടി ഇതാണ്: പ്രിയപ്പെട്ട ജോൺ, നിന്റെ കത്ത് എന്നെ എത്രമാത്രം സ്പർശിച്ചു എന്നത് നിനക്കൊരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല. 81 വയസ്സായ ഞാൻ ഇപ്പോൾ തനിച്ച് ചെറിയ മുറിയിലാണ് താമസം. എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും എന്നെ വിട്ടുപോയി. 50 വർഷക്കാലം ഞാൻ അധ്യാപികയായി ജോലി ചെയ്തു. എന്നാൽ എൻ്റെ പ്രവൃത്തിയിൽ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ആദ്യമായി ഇപ്പോഴാണ് നിന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അധ്യാപിക വൈകാരികമായി അറിയിക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരാളുടെ പ്രവർത്തനത്തിന് നന്മയെ മുൻനിർത്തി തുറന്ന മനസ്സോടെ അതിനെ അഭിനന്ദിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. അത് ക്ലാസ് മുറിയിലെ കുട്ടികളുമായിട്ട് ചെയ്യുമ്പോൾ, കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അനുഭവം, ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം കൂടിയാണ്. നമ്മൾ കുട്ടികളെ അവരുടെ നല്ല കാര്യങ്ങൾ അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അത് ഒരു പഠിക്കാത്ത കുട്ടിയെന്നോ പഠിക്കുന്ന കുട്ടിയെന്നോ അല്ലെങ്കിൽ ആവറേജ് കുട്ടി, ഈ ഒരു തരംതിരിവില്ലാതെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ക്ലാസ് മുറികൾ വലിയ സർഗാത്മകമാവും എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അത്തരം ഒരു കാര്യമാണ് അദ്ദേഹം ഈ വാക്കിന്റെ നിഴലും വെളിച്ചവും എന്നുള്ള ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ലേഖനത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ചെറിയ മുളകളെ എങ്ങനെയാണ് നമ്മൾ കരുതലോടെ വളർത്തിയെടുക്കുക എന്നതാണ്. അപ്പൊ ഈ പുതിയ പാഠ്യപദ്ധതിയിൽ അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നാണ് ഇതിനകത്തെ പല ലേഖനങ്ങളും പറഞ്ഞു വെക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ലേഖനമായിട്ട് ഈ വാക്കിന്റെ നിഴലും വെളിച്ചവും എന്ന ലേഖനത്തെ ഞാൻ കാണുന്നു. മറ്റൊരു ലേഖനം ചുവന്ന മഷി പുരട്ടിയ ചീർപ്പുകൾ എന്നുള്ള 3ാമത്തെ ലേഖനമാണ്. അതിനകത്തൊരു കവിത കൊടുത്തുകൊണ്ട് മിഥുൻ ബാലകൃഷ്ണൻ എന്നുള്ള കുട്ടി എഴുതിയ ആസ്വാദനക്കുറിപ്പും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് മുറി എങ്ങനെയാണ് സജീവമാകുന്നത്, സർഗാത്മകമാകുന്നത് എന്നുള്ള ആശയം ആണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പരീക്ഷയിൽ പോലും ഒരു കുട്ടി ഇത്ര നന്നായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ കുട്ടി എത്രമാത്രം അധ്യാപകനേക്കാൾ മിടുക്കിയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എഴുത്ത് എത്രമാത്രം മനോഹരമായിരിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പടി കൂടി, അത് പല ലേഖനങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടിയുടെ ഈ സർഗാത്മകതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ലേഖനമാണ് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നുള്ള ലേഖനവും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ കുട്ടികളെ വെളിയിൽ നിർത്തുകയാണെങ്കിൽ എന്നുള്ളത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ക്ലാസ് മുറിയിൽ വെളിയിൽ കുട്ടികളെ നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സ്ഥിരം ചില കുട്ടികൾ ക്ലാസ് മുറിക്ക് വെളിയിലായിരിക്കും. അപ്പൊ അത്ര ഒരു അനുഭവം കൂടിയായിരിക്കും. അദ്ദേഹത്തിന്റെ തന്നെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. താൻ പരാജയപ്പെട്ട അധ്യാപികയാണ് എന്ന് എഴുതി ക്ലാസ്സിന് മുന്നിൽ തൂക്കിയിടുന്നത്ര അശ്ലീലമാണ് ഈ ക്ലാസ്സിന് പുറത്തു നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അധ്യാപകരുടെ ഈഗോയെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്പർശിച്ചാൽ പുറത്ത് എന്നത് അല്ലെ, നമുക്ക് കടക്ക് പുറത്ത് എന്നുള്ള ആശയമൊക്കെ നമ്മുടെ ഇതുണ്ട്. ഇതിനകത്ത് സത്യന്റെ കഥ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ചാൾസ് ഡിക്കൻസ്, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ, വാൾട്ടർ സിഡ്നി, ഇതുപോലെയുള്ള ആളുകളെല്ലാം ഇവർ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ ക്ലാസ് മുറിയിൽ വെളിയിൽ നിന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് മുറിയിൽ വെളിയിലാക്കുന്ന ഇവരാണ് യഥാർത്ഥത്തിൽ സർഗാത്മകതയുള്ള ആളുകൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ, അത്രയും പ്രധാനപ്പെട്ട ആളുകളാണ് അവർ എന്ന ബോധ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ലേഖനം തന്നെയാണത്. മറ്റൊരു ലേഖനം ഈ ഭാഷാശുദ്ധി ഒരു വാദം അദ്ദേഹം പറയുന്നുണ്ട്. അതിലെ സാംസ്കാരിക സംബന്ധങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ടൈറ്റില്. ഞാനിങ്ങനെ തുടർച്ചയായി പറഞ്ഞു പോവല്ല കേട്ടോ, ചില ലേഖനങ്ങൾ എടുത്തു പറയുകയാണ്. ഈ ഭാഷയുടെ ഒരു ശുദ്ധിയില്ലായ്മ, നമ്മൾ ഈ ക്ലാസ് മുറികളിൽ എങ്ങനെയാണ് ഈ അക്ഷരത്തെറ്റുകൾ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ
എങ്ങനെയാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതെന്നുള്ള ഒന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് നേരത്തെയും ഇത്തരം ഇപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തി വ്യത്യാസം ഇതിനകത്തൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്കൊന്നും ഇത്ര ഭാഷ അത്ര ശുദ്ധിയോടുകൂടി എഴുതാനൊന്നും കഴിയില്ല. ചിലപ്പോൾ അവർ നന്നായി പറയുന്ന ആളുകളായിരിക്കും. അതൊക്കെ നമുക്ക് ഇന്ന് തിയററ്റിക്കലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ മിക്കവാറും ഇദ്ദേഹം ഇതിനകത്ത് എടുത്തു പറയുന്നൊരു കാര്യം, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളായിരിക്കും മിക്കവാറും ഇത്തരം തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സമൂഹത്തിന് മുമ്പിൽ നിർത്തിയാൽ അവരുടെ പഠനത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ ലേഖനത്തെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഭാഷാ സമഗ്രത ദർശനം എന്ന നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, പുതിയ ഒരു കാഴ്ചപ്പാട്, അതിലെങ്ങനെയാണ് ഈ എഡിറ്റിങ് അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു വെളിച്ചം നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഭാഷയുടെ തനത് ശൈലികളും പ്രയോഗങ്ങളും സാധ്യതകളും സർഗാത്മകമായി കുട്ടികളെ എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്ന് പ്രേമേന്ദ്രൻ മാഷ് ഗാന്ധിയൻ ദർശനം കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ലേഖനത്തിന്റെ അവസാനം. അപ്പൊ നമുക്ക് തന്നെ മലയാള അധ്യാപകർക്ക് എങ്ങനെയാണ് ഇത് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ പ്രേമമാഷ് അത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, ഈ ഒരു ലേഖനം നമ്മുടെ DLED-നും BEd-നും ഒക്കെ നമുക്ക് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊരു എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുക. അത് നല്ലതാണ്. ഇപ്പൊ നമ്മള് കൃഷ്ണകുമാർ മാഷിന്റെ അടുത്ത് പഠിച്ച നമ്മൾക്ക് ഇതൊക്കെ നമുക്ക് അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടി സുതാര്യതയോടുകൂടി വെളിപ്പെടുകയും ചെയ്യും. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെയുള്ളിടത്ത് ഈ ഒരു ലേഖനമൊക്കെ പാഠപുസ്തകമായിട്ട് വരേണ്ടതാണ്. അതുപോലെ മറ്റൊരു ലേഖനം ഞാൻ പരിഗണിക്കുന്ന ഒരു ലേഖനം പത്രവിരിപ്പിൽ ഉറങ്ങുന്ന സ്കൂൾ ക്ലാസ് മുറികൾ എന്നാണ്. ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകള് ഈ പത്രം വായിപ്പിക്കുന്ന അസംബ്ലിയിലെങ്കിലൊക്കെ പത്രം അവതരിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പൊ മാഷിന്റെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കൊണ്ടു. ഇതാണ്, ഈ പത്രങ്ങളിലെ വ്യത്യസ്ത വിഭവങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള ചോദ്യം മാഷ് അവിടെ ചോദിക്കുന്നുണ്ട്. ഈ ഫീച്ചറും ദുരന്തവാർത്ത ഒരേപോലെയാണോ വായിക്കുന്നത്? ഞാൻ അറിയാതെ തന്നെ എൻ്റെ മുന്നിൽ ഇത് വായിക്കുന്ന DLED വിദ്യാർത്ഥി എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ഒന്ന് പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഇന്ന് ഈ പുസ്തകം എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം മാഷ് പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, ഈ ഓരോ പത്രവും മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം എന്താണ്. അപ്പം മീഡിയം ഇസ് ദ മെസ്സേജ് എന്നൊക്കെയുള്ള വലിയ ആശയം തന്നെ നമുക്ക് ഓർമ്മ വരും. അതായത് ഈ ഓരോ മാധ്യമവും ഓരോ മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പത്രത്തെ ഇതുപോലെ ക്ലാസ് മുറിയിൽ ആഘോഷിക്കുക? അതുപോലെ തന്നെ സ്കൂളിനെ കുറിച്ച് വരുന്ന പത്രത്തിലെ വാർത്തകൾ, ഇപ്പം സ്കൂളിന്റെ വാർത്ത പത്രത്തിൽ വരുത്താൻ മത്സരിക്കുന്ന അധ്യാപകർ അവരെല്ലാം ഈ ലേഖനം ഒന്ന് വായിക്കുന്നത് നന്നാവും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ മാഷ് അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം ഈ കൗതുക വാർത്തയെ കുറിച്ചാണ്. ഈ ശരിക്കും പറഞ്ഞ പാഠപുസ്തകത്തെക്കാൾ കൂടുതൽ കൗതുക വാർത്തകൾ നമ്മുടെ ക്ലാസ് മുറിയെ സജീവമാക്കുമെന്ന് മാഷ് പറയുന്നുണ്ട്. ഇതിപ്പോ ഈ ചിരിച്ചു മരിച്ച അല്ലെങ്കിൽ ആ ലേഖനത്തോടും കൂടി ചേർന്ന് നിൽക്കുന്ന ലേഖനമാണ് ഇത് എന്നായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം ഈ രണ്ട് ലേഖനങ്ങളെയെന്നും എനിക്ക് തോന്നി. ഇനി മറ്റൊരു ലേഖനം അധ്യാപക ജീവിതത്തിലെ തായ്വേരുകൾ എന്ന ലേഖനമാണ്. അത് ഇന്നിപ്പോ കൃഷ്ണകുമാർ മാഷ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു ലിങ്ക് കൊടുത്തപ്പം അതിനകത്തു നിന്നുള്ള ഒരു കൊട്ടേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വലിയ പ്രസക്തിയുള്ള ലേഖനം തന്നെയാണ്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, മാതാപിതാക്കളെക്കാൾ ശക്തമായ ബന്ധം അധ്യാപകരോട് കുട്ടികൾക്കുണ്ട്. അപ്പം അത് ആ ഒരു കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്. പക്ഷെ അധ്യാപകർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ്. ഇപ്പം ഒരു കാര്യത്തിൽ നമുക്ക് അറിവില്ല, നമ്മളത് കുട്ടിയോട് സമ്മതിക്കുമോ? നമ്മൾ ഒരുമിച്ച് അത് കൂട്ടായി നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറയുമോ എന്നതാണ്. നമ്മുടെ ക്ലാസ് മുറി എപ്പോഴും ഇപ്പൊ ഇന്നത്തെ ക്ലാസ് മുറിയിൽ കുട്ടികളുടെ കയ്യിൽ മൊബൈലില്ല, അല്ലെങ്കിൽ അവർ അപ്പം തന്നെ നോക്കും. എനിക്ക് തോന്നുന്നു ഒരു ചർച്ചയിൽ ബിനോയ് തോമസും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത്
ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഗൂഗിളിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടി. ആ കുട്ടിയോടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നത് അത് രസകരമായൊരു കാര്യം തന്നെയാണ്. ഞാനും വിനോയ് തോമസും ഈ കാര്യം ചർച്ച ചെയ്യുമ്പം എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് അവള് എൻ്റെ നിലപാട് ചോദിച്ചു. അപ്പൊ വീണ്ടും ഈ മൊബൈല് അച്ഛൻ എനിക്ക് നിഷേധിക്കുകയാണെന്നുള്ളതാണ് കുട്ടിയുടെ ചോദ്യം. അപ്പൊ യഥാർത്ഥത്തില് ഈ ഇന്നത്തെ ഈ ജനറേഷൻ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന നമുക്കുള്ള ഒരു ഗൈഡ് തന്നെയാണ് ഈ അധ്യാപക ജീവിതത്തിലെ തായ്വേരുകൾ എന്ന ഈ ലേഖനം. അപ്പം ഇതിനകത്ത് തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മാഷെ നിങ്ങൾ പഠിപ്പിച്ചു തന്ന ചോദ്യോത്തരങ്ങളുടെയും മാർക്കിന്റെയും പേരിലല്ല ഞാൻ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങൾ കാണിച്ചു തന്ന നല്ല സിനിമകളുടെ പേരിലാണ്. ആ സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, മാഷെ ഇത് എനിക്ക് തോന്നുന്നു ആ ലേഖനത്തിൽ ഇത് ആരുടെ അനുഭവമെന്ന് പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത് പ്രേമേന്ദ്രൻ മാഷിന്റെ തന്നെ അനുഭവമായിരിക്കാം. കാരണം ഇത്രയേറെ സിനിമകൾ ക്ലാസ്സിൽ കാണിച്ചു കൊടുത്ത ഒരു മറ്റ് അധ്യാപകൻ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് മാഷിന്റെ തന്നെ ഒരു അനുഭവമായിരിക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പൊ എന്തായാലും അതാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ലേഖനം ഭാഷയെ പരീക്ഷിക്കുന്ന അഹംഭാവങ്ങൾ എന്നുള്ള ലേഖനമാണ്. അതൊരു ഒരു പരീക്ഷ നടക്കുന്ന ഒരു ക്ലാസ് മുറിയാണ്. അവിടെ മലയാളത്തിലുള്ള ചോദ്യം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന ഇൻവിജിലേറ്ററെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും അത്തരം ഒരു ചർച്ചകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തില് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ ചോദ്യം ആവശ്യം ഉണ്ടാവും, പക്ഷെ എല്ലാവരും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചോദ്യം ആവശ്യപ്പെടുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം എന്നാണോ നന്നാവുക, അത് ഇംഗ്ലീഷിലുള്ള ചോദ്യം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണെന്നാണ് പ്രേമേന്ദ്രൻ മാഷ് പറയുന്നത്. എനിക്ക് വലിയ താല്പര്യം തോന്നി ആ ഒരു ലേഖനത്തോട്. എങ്ങനെയാണ് ഒരു ഭാഷയെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, മലയാള ഐക്യവേദിയുടെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരുത്തുന്ന ഒരു ലേഖനം കൂടിയാണ്. അതിനകത്ത് മറ്റൊരു ലേഖനം സിനിമ കാണാൻ അധ്യാപകർ എന്തിനു പഠിക്കണം എന്നാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സിനിമാ പഠനമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സും സംസ്കാരവും കാഴ്ചപ്പാടും മാധ്യമ പ്രഭുക്കളുടെ വിരൽ സ്പർശത്താലാവും മെനഞ്ഞെടുക്കപ്പെടുക. ഒരു ക്ലാസ് മുറിയിൽ സിനിമ കാണുകയും അതിനെക്കുറിച്ച് ചർച്ചയും ഇല്ലെങ്കിൽ ഈ സിനിമയൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഏറ്റെടുക്കുക? ഈ സംവിധായകനും അല്ലെങ്കിൽ നിർമ്മാതാവും ഒക്കെ പറയുന്ന രീതിയിലല്ലേ ഏറ്റെടുക്കപ്പെടുക? അതിനെ വിമർശനാത്മകമായി കാണാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ടാവുമോ എന്ന ചോദ്യമാണ്. വളരെ പ്രസക്തിയുള്ള ലേഖനം തന്നെയാണ് അത്. ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പാമരരാം പാട്ടുകാർ എന്നുള്ള ആ ഒരു ലേഖനം കൂടി വലിയ പ്രസക്തിയുള്ളതാണ്. നമ്മുടെ ഈ അധ്യാപകരുടെ മനോഭാവം കൊണ്ട് അവിടെ ഒരു ബാബുവിന്റെ ജീവിതമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ച ഏറ്റവും കഴിവുള്ള, നന്നായി പാടുന്ന, നന്നായി കളിക്കുന്ന ഒരു സർവകലാ വല്ലഭനായ ആ കുട്ടി ഇന്ന് എങ്ങും എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടി ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ അനുകൂലമായ മനോഭാവം അധ്യാപകരുടെയും നമ്മുടെ പാഠ്യപദ്ധതിയുടെയും ഒക്കെ ഒരു അനുകൂലമായ മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ കാലം നമ്മെ മുക്കാലിയിൽ കെട്ടി വിചാരണ ചെയ്യുമെന്നാണ് പ്രേമേന്ദ്രൻ മാഷ് അത് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസ കച്ചവടത്തെ കുറിച്ച് പറയുന്ന കുട്ടിക്കച്ചവടത്തിന്റെ അങ്ങാടി നിലവാരം എന്ന ലേഖനമുണ്ട്. അത് നമ്മുടെ ഈ എയ്ഡഡ് സ്കൂൾ നിയമനത്തെ കുറിച്ചാണ് അത് പറയുന്നത്. ഇപ്പം ഈ നമ്മുടെ പാഠ്യപദ്ധതിയെ സംബന്ധിക്കുന്ന, നമ്മുടെ അധ്യാപകനെ സംബന്ധിക്കുന്ന, പ്രത്യേകിച്ച് ഭാഷാ സമഗ്രതവാദമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈ പുസ്തകം, നമുക്ക് ഇത് വായിച്ചു പോകുമ്പോൾ നമ്മളെ തന്നെ പരിഷ്കരിക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായും ഈ പുസ്തകം നമ്മുടെ BEdന്റെയും DLEdന്റെയും ഒക്കെ സിലബസിൽ വരേണ്ട പുസ്തകം തന്നെയാണ്. ഞാൻ പറയുന്നില്ല. പ്രേമേന്ദ്രൻ മാഷും നമ്മോടൊപ്പം തന്നെയുണ്ട്. കൃഷ്ണകുമാർ മാഷും ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കും. ഇതിനകത്തുള്ള ആളുകളെല്ലാം സംസാരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും നല്ലൊരു പുസ്തകം തന്നെയാണിത്. ചിരി മരിച്ച ക്ലാസ് മുറിയിൽ നിന്നും ചിരിച്ചു മരിച്ച ക്ലാസ് മുറികളിൽ നിന്നൊക്കെ നമ്മൾ വായിക്കുന്ന രീതിയിലുള്ള ഈ പുസ്തകം ഇത് അവതരിപ്പിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി സാർ. അജീഷ് കുമാർ സാറ് പാഠപദ്ധതിയെ കുറിച്ചും എങ്ങനെയാണ് ഒരു നല്ല അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകണമെന്ന് എന്നതിനെ കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നു. കൂടാതെ പുസ്തക നിരൂപണം അതിമനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു.
കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണ ശ്രമങ്ങളിൽ പങ്കാളിയും മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ കോളേജിലേക്ക് തോൽക്കേണ്ടവർ എന്ന ലേഖനം മികച്ച വിദ്യാഭ്യാസ ലേഖനത്തിനുള്ള കേരള സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം 2010 നേടിയതും കാമനങ്ങളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന കൃതികൾക്ക് കേരള സർക്കാരിന്റെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച പി പ്രേമചന്ദ്രനെ അഭിപ്രായം പറയുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷം ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ തന്നെ വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ മൂത്തകുന്നം ട്രെയിനിങ് കോളേജ്. ഈ പാഠ്യപദ്ധതിയുടെ തുടക്കകാലത്ത് ആ സ്കൂള് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പ്, അങ്ങനെ ആ കോളേജ് മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അപൂർവം സ്ഥാപനങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഔപചാരികമായിട്ട് അറിയുന്ന ചില അധ്യാപക പരിശീലനങ്ങൾ വഴിയല്ലാതെ ഒരു ട്രെയിനിങ് കോളേജ് അവരുടെ ഒരു താല്പര്യത്താൽ ഞാൻ, അതുപോലെ തന്നെ AK അബ്ദുൽ ഹക്കീം, TK ഉമർ മാഷ്, ഞങ്ങൾ 3 പേരാണ് അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും, എനിക്ക് തോന്നുന്നത് ഒരു 2005 2006 ആ കാലഘട്ടത്തിലായിരിക്കും. എന്തായാലും അതേ കോളേജിൽ ഇന്ന് എൻ്റെ ഒരു പുസ്തകം ചർച്ച ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഒരു വലിയ സന്തോഷം ഞാൻ ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പ്രിൻസിപ്പൽ ഉണ്ട്, ബഹുമാനനായിട്ടുള്ള കൃഷ്ണകുമാർ സാറുണ്ട്, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അജീഷ് ഉണ്ട്, അതുപോലെ എൻ്റെയും നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ. ഇത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെയും നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, കോളേജിലെ ട്രെയിനിങ് കോളേജിലെ അധ്യാപകരുണ്ട്. എല്ലാവരെയും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അജീഷ് മാഷ് വളരെ ആഴത്തിൽ ആ പുസ്തകത്തെ നോക്കിക്കണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്വഭാവം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിലൊക്കെ. മാഷ് നിരീക്ഷിച്ചതുപോലെ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ഇതെല്ലാം എൻ്റെ കൂടി ഒരു വ്യക്തി അനുഭവങ്ങളുടെ, മാഷ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പ്രകാശനമാണ്. എന്നെ തന്നെയുള്ള വിചാരണയുടെയോ എന്നെ തന്നെ അധ്യാപകൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യലിൻ്റെയോ ഒരു സ്വഭാവമാണ് ഞാൻ ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അത് എന്നെ രൂപപ്പെടുത്തിയ ഈ അധ്യാപകരെ കുറിച്ചുള്ള സങ്കല്പങ്ങളെയും ഈ സിസ്റ്റത്തെയും ഞാൻ കൂടി ഭാഗമായിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തെയും എല്ലാം തന്നെ വിമർശനാത്മകമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തി മാത്രമല്ല, എന്നെ രൂപപ്പെടുത്തിയ ഒരു സമൂഹമുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ട്, അതിനകത്തെ പാഠ്യപദ്ധതി ഉണ്ട്. അങ്ങനെ പലതും ചേർന്നാണ് ഒരു അധ്യാപകനാക്കുന്നത്. അതിൻ്റെ ഒക്കെ നിയന്ത്രണങ്ങളും പരിമിതികളും എല്ലാ അധ്യാപകരും സ്വാഭാവികമായിട്ടും നേരിടുന്നുണ്ട്. ഞാനും വ്യക്തി എന്ന നിലയിൽ നേരിടുന്നുണ്ട്. അപ്പൊ അതിനെ ഞാൻ മറികടക്കാൻ നടത്തിയിട്ട് ചില ശ്രമങ്ങൾ ഉണ്ടാകും. എൻ്റെ തന്നെ പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികൾ ഞാൻ തന്നെ സ്വയം വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എഴുതപ്പെട്ടവയാണ് ഇതിനകത്തെ ഏകദേശം 25ഓളം വരുന്ന ലേഖനങ്ങൾ എല്ലാം തന്നെ. ഇതിൽ പ്രധാനമായിട്ടും ഈ ലേഖനങ്ങൾ, ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നത് പയ്യന്നൂരിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന എതിർദിശ എന്ന് പറയുന്ന ഒരു മാസികയുടെ, ഞാൻ അവിടെ ഒരു വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡിൽ തെളിയാത്തത് എന്ന ഒരു ചെറിയൊരു ടാഗ് ലൈനോട് കൂടി വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു പങ്ക്തി ഏകദേശം കുറച്ചേറെ വർഷങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, അതൊരു മാസികയാണ്. ഒരു കൊല്ലം പരമാവധി 5-8 എണ്ണം ഇറങ്ങുന്ന ഒരു മാസികയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 50 ലക്കം വരുന്ന അത്രയും ഞാൻ
ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടും ഇരുന്നിരുന്നു. അങ്ങനെയുള്ള ഒരു 50ഓളം എഴുത്തുകളിൽ നിന്ന് പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്, അതുപോലെ മാധ്യമം ആഴ്ചപ്പതിപ്പില്, കണ്ണൂരിൽ തന്നെയുള്ള ചില അകം പോലെയുള്ള അധ്യാപക ജീവിതത്തിന്റെ തായ്വേരുകൾ വന്നിട്ടുള്ളത് അകം എന്ന് പറയുന്ന ഒരു മാസികയുടെ നിർബന്ധം അവരുടെ ജൂൺ പതിപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ ഞാനങ്ങനെ സ്വയം ഒരു എഴുത്തുകാരനാകാൻ വേണ്ടി അങ്ങനെ ഉള്ള ഒരാളല്ല, അങ്ങനെ ശ്രമിച്ച് എഴുത്തുകാരൻ ആയാളല്ല. പലതരത്തിലുള്ള സാമൂഹിക സന്ദർഭങ്ങളും പലതരത്തിലുള്ള സമര സന്ദർഭങ്ങളും ഉണ്ടാക്കിയ എഴുത്താണ് എൻ്റേത്. പി പ്രേമേന്ദ്രൻ അതിൻ്റെയൊക്കെ ഒരു ഉപോൽപ്പന്നമോ എന്താ പറയാ, അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെടാൻ നിർബന്ധിതനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ എഴുത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ പുതിയ പാഠ്യപദ്ധതിയുടെ ഒരു കാലത്താണ്. ഞാൻ പ്രിന്റിൽ എഴുതുന്നതിന് അത്ര മുമ്പേ തന്നെ ഞാൻ എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ടാക്കുകയും ബ്ലോഗിന്റെ ഒരു കാലത്താണ് ആദ്യമായിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുകയും എന്തെങ്കിലും എനിക്കും പറയാനുണ്ട് എന്ന നിലയിൽ ഞാൻ എഴുതുകയും ചെയ്തിട്ടുള്ളത്. മാതൃഭൂമിയിൽ ഞാൻ ബ്ലോഗിൽ എഴുതിയ ചിലവ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പൊ അതുണ്ടാക്കിയ ഒരു വലിയ ആനന്ദം ഉണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിന്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് തിരിച്ചറിഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്ന് പിന്നെ തിരിച്ചറിഞ്ഞ പല ആളുകളുണ്ട്. ഞാൻ നേരത്തെ ഈ കേരള PSC നടത്തുന്ന പരീക്ഷകൾ മലയാളത്തിൽ കൂടി, ബിരുദതലം വരെയുള്ള പരീക്ഷകൾ മലയാളത്തിൽ കൂടി അവയ്ക്ക് ചോദ്യങ്ങൾ നൽകണം. ഇപ്പൊ ഇംഗ്ലീഷാണ്, ഇപ്പൊ മലയാളത്തിൽ നൽകുന്നുണ്ട്. ഒരു സമരം നടത്തുകയുണ്ടായി. 19 ദിവസം ഞങ്ങള് PSC ഓഫീസിന് മുന്നിൽ നിരാഹാരം കിടക്കുകയുണ്ടായി. അങ്ങനെ കേരളം അത് അംഗീകരിച്ചു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഡിഗ്രി തലമുറയിലെ എല്ലാ പരീക്ഷകളുടെ ചോദ്യങ്ങളും മലയാളത്തിൽ നൽകും, ഇംഗ്ലീഷ് നൽകും. ഒരു ഭാഗം മലയാളം, ഒരു ഭാഗം ഇംഗ്ലീഷ്. ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ ചോദ്യങ്ങൾ നൽകുന്നത് മാതിരി. അതങ്ങനെ എളുപ്പത്തിലായതല്ല, അത് ഒരു സുപ്രഭാതത്തിൽ ആരുടെയും സൗജന്യം കൊണ്ടായതല്ല. 19 ദിവസം പെരുമഴ പെയ്യുന്ന ഒരു കാലത്ത് PSC ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടിയിട്ട് മലയാള ഐക്യവേദിയുടെ ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ ഒക്കെ ആളുകൾ സമരം ചെയ്ത ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഇതെല്ലാം ചില ഒട്ടേറെ എഴുത്തുകൾ, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള എഴുത്തുകൾ ഫേസ്ബുക്കിൽ അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലും വന്നത് സമാഹരിക്കപ്പെടാതെ എത്രയോ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഞാൻ അതിനോട് ചേർത്ത് വെച്ചു. അതിന് യാതൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എഴുതിയല്ല. യഥാർത്ഥത്തില് ഒരു സമര സന്ദർഭത്തിൽ ഒരു വ്യക്തി അനുഭവം ഓർത്തു എന്നുള്ളതാണ്. അതിങ്ങനെയായിരുന്നു. ഞാൻ പയ്യന്നൂരാണ് ഞാൻ താമസിക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ. ഏറെക്കാലം പിന്നെ ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ വളരെ വിദൂരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നീട് PSC കിട്ടിയിട്ട് ആദ്യം ഹൈസ്കൂൾ അധ്യാപകനാവുന്നു, പിന്നെ PSC കിട്ടിയിട്ട് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനാവും. അങ്ങനെ അധ്യാപകനായിട്ട് തന്നെ 2 വർഷം മുമ്പേ വിരമിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിട്ട് ഞാൻ PG കഴിഞ്ഞ ഉടൻ തന്നെ B.Ed കഴിഞ്ഞു, PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് ഒരു എയ്ഡഡ് സ്കൂളിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ നമുക്ക് അന്ന് ആളുകൾ വളരെ കുറവായ ഒരു കാലത്ത് പെട്ടെന്ന് നമുക്ക് ആളുകളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു. അങ്ങനെ വിളിച്ച് പോയ ഒരാളാണ് ഞാൻ. അപ്പൊ ഈ സമയത്ത് പിന്നെ ഞാൻ അന്ന് കേരള PSC നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്ന് ആ കാലത്ത് BDO പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പോഴത്തെ നമ്മുടെ KS പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷ ആണ് BDO. KS കിട്ടിയ പല ആളുകൾ ഇപ്പം ഈ പറയുന്ന വിദ്യാഭ്യാസ ജില്ല, ഒരു റവന്യൂ ജില്ലയിൽ 3-4 വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ടാവും. അതിലൊരു വിദ്യാഭ്യാസ ജില്ലയുടെ പണ്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ടുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ന തസ്തികയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് ഈ BDO എന്ന് പറയുന്നത്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആണ് പറയുക. ആ പരീക്ഷ നടക്കുന്നുണ്ട്. ആ പരീക്ഷ ഞാൻ പോയിട്ട് സ്വാഭാവികം ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ ആളെന്ന നിലയിൽ വളരെ ഇതൊന്നും നമുക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് കോളേജ് രാഷ്ട്രീയം അടക്കം സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിലും
ആ പരീക്ഷ പോയി എഴുതുന്നു. ആ പരീക്ഷയുടെ ആദ്യം നടത്തിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ വിജയിച്ചു. വിജയിച്ചത് അറിയുന്നത് അടുത്ത പരീക്ഷയുടെ ചോദ്യം വന്നപ്പോഴാണ്. രണ്ടാം ഘട്ട പരീക്ഷ കണ്ണൂർ വെച്ച് നടക്കുമ്പോൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ, ഇതൊന്നും സത്യത്തിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. വളരെ ഒരു തുണ്ട് പേപ്പർ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഒരു പുസ്തകത്തിന്റെ ഒരു ഡമ്മി 81 എന്നൊക്കെ പറയാവുന്ന ഒരു പുസ്തകത്തിന്റെ വലിപ്പത്തിൽ ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിന്റെ ഒക്കെ വലിപ്പത്തിലുള്ള ഒരു പേപ്പർ 2 സ്ഥലത്തിലും ഒരു 10ഓ 12ഓ ചോദ്യങ്ങളേ ഉള്ളൂ. ആ പരീക്ഷയ്ക്ക് 3 മണിക്കൂറുള്ള പരീക്ഷയ്ക്ക് 10ഓ 12ഓ ചോദ്യങ്ങളേ ഉള്ളൂ. എല്ലാം എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഞാൻ ഈ ചോദ്യം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. സന്തോഷവും ദുഃഖവും ഉണ്ടായി. സന്തോഷമുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സാമൂഹിക ജീവിതാനുഭവം കൊണ്ട് നമ്മൾ ആർജിച്ച, അങ്ങനെ ഒരു പുസ്തകവും വായിച്ചും പഠിക്കേണ്ടാത്ത നമ്മുടെ പത്രവായനയും അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമൂഹിക ബോധവും നമ്മുടെ മറ്റു തരത്തിലുള്ള വായന കൊണ്ടും നമുക്ക് എഴുതാവുന്ന ചോദ്യങ്ങളായിരുന്നു അതെല്ലാം. എല്ലാ ചോദ്യവും അക്കാലത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം വരുന്നു, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ വരുന്നു, അങ്ങനെ സംസ്കാരവും കഥയും ഇങ്ങനെയൊക്കെയായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എല്ലാം മിക്കവാറും 1.5 പേജ് 2 പേജ് 3 പേജ് ഒക്കെ എഴുതേണ്ടുന്ന ചോദ്യങ്ങളാണ്. വളരെ വിശദമായി എഴുതേണ്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാ ചോദ്യം എനിക്കറിയാം. ഈ 12 ചോദ്യത്തിൽ ഏകദേശം 5ഓ 6ഓ 7 എഴുതുന്നുണ്ട്. പക്ഷെ എല്ലാ ചോദ്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതാണ് എന്റെ സന്തോഷത്തിന്റെ കാരണം. പക്ഷെ എനിക്കുള്ള ദുഃഖത്തിന്റെ കാരണം, ഇതിൽ ഇംഗ്ലീഷിൽ മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പാടുള്ളൂ. അതിൽ അച്ചടിച്ചിട്ടൊന്നുമില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷെ അതൊരു അലിഖിതമായ നിയമമായിരുന്നു ആ കാലത്ത്, പ്രത്യേകിച്ച് ഉയർന്ന തസ്തികകളിലേക്കുള്ളത്. ഇത്രയും വിശദമായി നമുക്ക് ഒറ്റവാക്കിൽ വായിച്ച് മനസ്സിലാക്കാനോ കുത്താനോ 1-2 വരികളാണെന്ന് എഴുതാനോ ഒക്കെ നമുക്ക് പറ്റും, തെറ്റിയാലോ. പക്ഷെ ഇത്രയും വിശദമായി ഇത്രയും എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അറിവിന്, അനുഭവത്തെ ആവിഷ്കരിക്കാനുള്ള ഇംഗ്ലീഷ് എനിക്കന്ന് അന്നല്ല ഇന്നും സ്വായത്തമല്ല. എന്നാൽ മാതൃഭാഷ, എൻ്റെ മാതൃഭാഷയിലാണെങ്കിൽ എനിക്ക് അങ്ങേയറ്റം ആഴത്തിൽ ഈ അറിവ് പ്രകാശിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഇത് ഏത് വേണമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഇൻവിജിലേറ്ററോട് ഒരു തർക്കം നടത്തി, സാർ ഇത് ഡിഗ്രി വരെയുള്ള പരീക്ഷകൾ മലയാളത്തിൽ കൂടി പരീക്ഷ എഴുതാമല്ലോ. അതേ പറഞ്ഞു പറ്റില്ല. അതേ PSCയുടെ ആളെ വിളിച്ചുകൊണ്ടുവന്നു. അയാളും പറഞ്ഞു പറ്റില്ല, ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം എഴുതണം. അപ്പൊ 2 വഴിയേ ഉള്ളൂ. ഒന്ന്, എനിക്ക് അവിടെ വെച്ച് ആ പരീക്ഷ അവസാനിപ്പിച്ച് പോകാം, എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അല്ലെങ്കിൽ അവിടെ പരീക്ഷ കഴിയുന്നവർ അവിടെ ഇരിക്കാം, ഇത് ഇംഗ്ലീഷിൽ എഴുതി, അല്ലെങ്കിൽ വളരെ വളരെ മോശം ഇംഗ്ലീഷിൽ തെറ്റായ രീതിയിൽ എനിക്കറിയുന്ന ആശയങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പകർത്തി വെക്കാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ അപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ ആ പരീക്ഷ ഞാൻ മലയാളത്തിൽ എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്തിനാ എഴുതുന്നത് അവർക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഇൻവാലിഡ് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ, അവർ നോക്കുന്നില്ലെങ്കിൽ നോക്കണ്ട. മലയാളത്തിൽ ഞാൻ പരീക്ഷ എഴുതി. എന്ന് പറഞ്ഞാൽ ആ ഹാളിലുള്ള പരമാവധി ആളുകൾ 2ഓ 3ഓ 4ഓ അഡീഷണൽ ഷീറ്റുകളാണ് വാങ്ങിച്ചതെങ്കിൽ ഞാൻ ഏകദേശം 30ഓളം അഡീഷണൽ ഷീറ്റ് വാങ്ങിച്ചു. വളരെ വിശദമായി ഈ എല്ലാത്തിൻ്റെയും ഉത്തരവും 3 മണിക്കൂർ സമയമെടുത്ത് വളരെ വേഗതയിൽ ഞാൻ മലയാളം MA ചെയ്ത ഒരാളാണ്, എനിക്ക് ഭാഷയ്ക്ക് പ്രശ്നമില്ല, സംസാരിക്കുന്ന ആളാണ്, എഴുതി വെക്കുകയുണ്ടായി. അപ്പൊ ഞാൻ എന്നിട്ട് ആ എഴുത്തിൽ പറഞ്ഞത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത് അറിയുന്ന ആളെയാണ് നിങ്ങൾക്ക് ഈ ജോലിയിൽ വേണ്ടതെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് 1-ാം തരം വീഡിയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, തമാശ പറഞ്ഞുകൊണ്ടാണ് അത് ആ കുറിപ്പ് അവസാനിപ്പിച്ചത്. അന്ന് P. പവിത്രനാണ്, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മലയാളത്തിൽ ഏറ്റവും മൗലികതയുള്ള ചിന്തകനും ഒക്കെ ആയിട്ടുള്ള P. പവിത്ര മാഷ് എന്നോട് പറയുകയുണ്ടായി, ഇത് വളരെ, ഈ അനുഭവം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വ്യക്തി അനുഭവങ്ങൾ പലതും ചരിത്രത്തെ രേഖപ്പെടുത്താനുള്ള ചില സന്ദർഭങ്ങളാണ്. അവ കേവലമായിട്ടുള്ള ഒരു വ്യക്തി വിവരണമോ അല്ലെങ്കിൽ പൊങ്ങച്ചം പറയലോ അല്ല. അതിനകത്ത് ചരിത്രവും ഈ പറയുന്ന ചരിത്രം അദൃശ്യമാക്കിയിട്ടുള്ള മനുഷ്യരും ഉണ്ട് എന്ന് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി.
അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന ഒരു അനുഭവവും സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ സമൂഹത്തെയും എല്ലാം വെളിവാക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ദർശനം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നിലേക്ക് തന്നെ നോക്കാനുള്ള കണ്ണറകളാണ് ഞാൻ എല്ലായ്പ്പോഴും വൃത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നു, ഞാൻ അവസാനിപ്പിക്കാം. ഒരു പുതുതായി ഒരു ഫ്ലാറ്റിലേക്ക് വന്നെത്തിയ ദമ്പതികള് അവരെ ഡൈനിങ് റൂമിൽ ഇരുന്ന് ആദ്യ ദിവസം കാപ്പി കഴിക്കായിരുന്നു. രാവിലെ അവരിയ്ക്കുന്ന മുറിയുടെ ചുവരുകൾ കണ്ണാടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളവയാണ്. നല്ല കണ്ണാടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള നല്ല വെളിച്ചം വീഴുന്ന നല്ല ഒരു എന്താ പറയാ ഒരു ആംബിയൻസ് ഉള്ള ഒരു മുറിയിലിരുന്ന് രാവിലെ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് അവരിങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടുകൂടി കാപ്പി കുടിച്ചിരിക്കുകയായിരുന്നു. കുറച്ചപ്പുറത്തുള്ള മറ്റൊരു ഫ്ലാറ്റിലെ അതേ നിലയിൽ, കുറച്ച് ഉയരത്തിലുള്ള ഒരു ഫ്ലാറ്റാണ്, അതേ നിലയിലുള്ള അയൽക്കാരി അവിടെ അയയിൽ വസ്ത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോ അതില് ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു, നോക്കൂ, ആ അയൽക്കാരി ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് വളരെ മോശമാണ്, അവരുടെ തുണി തീരെ മങ്ങിയാണ് ഇരിക്കുന്നത്, വെളുത്തിട്ടില്ല, അതിൽ അഴുക്കുണ്ട് എന്ന് പറയുകയുണ്ടായി. അതിന്റെ ഒരു കാരണം അതായിരിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, മറ്റേയാളത് കേട്ടു. അവർ മറ്റു പല സംസാരങ്ങളിലേക്ക് പോയി. അടുത്ത ദിവസവും ഇരിക്കുമ്പോ ഈ അയ നോക്കിയിട്ട് അതേ ആൾ പറഞ്ഞു, ശരിക്കും ഡിറ്റർജന്റിന്റെ മോശമായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, അത് എങ്ങനെയാണ് അലക്കേണ്ടത്, വൃത്തിയായി എങ്ങനെ വസ്ത്രങ്ങൾ അലക്കാം എന്ന് അവർക്ക് അറിയുന്നുണ്ട്. അവർ വളരെ വെപ്രാളപ്പെട്ടും തിടുക്കപ്പെട്ടും ഒട്ടും സമയം ചെലവഴിക്കാതെയും ആത്മാർത്ഥതയില്ലാതെയും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ തുണി വെളുക്കാത്തത്. നോക്കൂ, ഇന്നലത്തെ കളവ് മങ്ങിയിട്ടുണ്ട്, അതല്ല ഡിറ്റർജന്റിന്റെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമാണ്, അത് അലക്കുന്ന അവരുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. വീണ്ടും അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം രാവിലെ അവരവിടെ ഇരിക്കുമ്പോ അത്ഭുതത്തോടു കൂടി അയാൾ പറഞ്ഞു, നോക്കൂ, അവർ ഒന്നുകിൽ ഡിറ്റർജന്റ് മാറ്റി, അല്ലെങ്കിൽ അവർ ഇത് കുറെ കൂടി ആത്മാർത്ഥമായിട്ട് അവർ വസ്ത്രം അലക്കി. നോക്ക്, എല്ലാ വസ്ത്രങ്ങളും നല്ല വെണ്മയായിരിക്കുന്നല്ലോ, അത്ഭുതം, നമ്മൾ പറയുന്നത് എന്താ, അവർ കേൾക്കുന്നുണ്ടോ ഇവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോ മറ്റേയാൾ പറഞ്ഞു, ഞാനത് കമന്റ് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ വായിക്കാം. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റേയാൾ പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീടിന്റെ ചില്ല് ഗ്ലാസുകൾ ഇന്ന് തുടച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഈ ചില്ല് ഗ്ലാസുകളെല്ലാം ഒന്ന് തുടച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്ലാസ് തുടക്കുന്ന പണിയാണ് അധ്യാപകർ ആദ്യം ചെയ്യേണ്ടുന്നത്. അവനവനിലേക്ക് നോക്കാനുള്ള ചില്ല് ഗ്ലാസുകളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് തീർക്കേണ്ടതുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ മനസ്സിലാക്കുന്നത്, അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്. അനീഷ് മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞു, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഇപ്പോഴങ്ങനെ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറയും. ഇന്ന് രാവിലെ ഞാൻ ഗോവയിൽ നിന്നും വരികയാണ്, കുറെ ദിവസം അവിടെയായിരുന്നു. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, 1-2-3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൂടെ. അതിലൊരാളുടെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാർ, ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ ഭാര്യ കാറുമായിട്ട് ഞങ്ങൾ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം
അവര് കാറിൽ ഞങ്ങളെല്ലാം കയറി ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് വരും. പ്രേമട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവരുടെ മകൻ എന്ന് പറയുന്നത് എൻ്റെയും കൂടി അത്രയും നമ്മൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഹൈസ്കൂളിൽ. ആ സ്കൂളിൽ നിന്ന് അവൻ ഈ 8ാം ക്ലാസ്സിൽ തന്നെ പുതുതായിട്ട് പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ആ പുതിയ ബിൽഡിങ്ങിൽ വാട്ടർ ഫിൽറ്ററും അങ്ങനെ വെള്ളമുണ്ട് കുടിക്കാൻ. അപ്പൊ അത് പിന്നെ എടുക്കാൻ പോയി. ഒരു അധ്യാപികയെ കാണാനാണ് പോയത്. ഇവിടുന്ന് ഒരു അധ്യാപകനോ ഉച്ചക്ക് ഇടവേള സമയത്ത് അപ്പുറത്ത് പോയിട്ട് ആ ടീച്ചർക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു സാധനം തയ്പ്പിച്ചു. ഇവനേതായാലും അങ്ങോട്ട് പോകുമ്പോൾ നല്ല വെള്ളം കിട്ടും. ഇപ്പുറത്തും വെള്ളമുണ്ട്, പക്ഷെ അത് ചൂട് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റില്ല. അപ്പുറത്താണെങ്കിൽ തണുത്ത വെള്ളം ലഭിക്കും. നമുക്ക് ഒരു കുപ്പിയായിട്ട് പോയിട്ട് 2-3 കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോയിട്ട് ടീച്ചർക്ക് അധ്യാപിക പേപ്പർ കൊടുത്തു. അവൻ ഒരു കുപ്പി വെള്ളം കളക്ട് ചെയ്തു. അപ്പൊ ഇവരെ അവിടെയുള്ള ഹെഡ് മാസ്റ്റർ കയ്യോടെ പിടിച്ചു. എന്നിട്ട് അതിനിശ്ചിതമായി ചീത്ത പറഞ്ഞു, അടിച്ചു. മാത്രമല്ല ബാഗും എടുത്തുകൊണ്ട് ക്ലാസ്സിന് പുറത്ത് നിർത്തി. ഇനി നിന്റെ പാരൻസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞോട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ കുട്ടി ചെയ്ത് തെറ്റെന്താണ്? വെള്ളം എടുക്കാൻ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഉച്ചക്ക് ഇന്റർവെൽ സമയത്ത് പോയതാണ്, അന്യന്റെ വീട്ടിൽ പോയിട്ടല്ല. അപ്പം കുട്ടിയെ പുറത്താക്കുകയാണ്. യഥാർത്ഥത്തിൽ കുട്ടിയെ പുറത്താക്കാൻ അധ്യാപകൻ എന്താ അവകാശമുള്ളത്? കുട്ടിയെ പുറത്താക്കാനുള്ള അധ്യാപകൻ ശമ്പളം കൊടുത്ത് അവിടെ നിയമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടിയെ പുറത്തു നിർത്തിയാൽ പിന്നെ വിദ്യാഭ്യാസം എന്താണ്? വിദ്യാഭ്യാസം ഉണ്ടോ? അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള വിദ്യാഭ്യാസം. കുട്ടിയുള്ളത് കൊണ്ടല്ലേ സ്കൂൾ ഉണ്ടാവുന്നത്, കെട്ടിടമല്ലല്ലോ സ്കൂള്. അപ്പൊ ഇത് ഇന്ന് രാവിലെ ഞാൻ കേട്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ പോകണം, അത് ചോദ്യം ചെയ്യണം. തീർച്ചയായിട്ടും അതില് യഥാർത്ഥത്തിൽ അധ്യാപകൻ കുട്ടിയോട് ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത്. അത് ഇവിടെ അല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, തെറ്റ് ആരുടെ ഭാഗത്താണ്? ആ തെറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതൊരു കുഞ്ഞിനോടായാൽ പോലും അധ്യാപകൻ സോറി എന്ന് പറയും. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. നേരത്തെ ഞാൻ ഈ പറഞ്ഞ പലതിലും ഈ ഈഗോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള വ്യക്തി അനുഭവങ്ങൾ ആണ് ഒരർത്ഥത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കാൻ എന്നെ പലപ്പോഴും ഇടയാക്കിയിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ചതിൽ കുറച്ച് സാധനങ്ങൾ, എൻ്റെ 2ാമത്തെ വിദ്യാഭ്യാസ പുസ്തകമാണിത്. വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പുതിയ പാഠ്യപദ്ധതിയെ കുറിച്ചുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവി എന്ന് പറയുന്ന ഒരു പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിരുന്നു. അത് മിക്കവാറും മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഞാൻ എഴുതിയിട്ടുള്ള, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട കോളേജിലേക്ക് തോൽക്കുന്നവർ അടക്കമുള്ള കുറെ കൂടി ഗൗരവത്തിൽ ഞാൻ പഠിക്കുകയും അതിന്റെ സൈദ്ധാന്തികവും അതിന്റെ വസ്തുതാപരവും ആയിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചെഴുതിയിട്ടുള്ള പ്രബന്ധങ്ങളാണ്. ദീർഘമായിട്ടുള്ള പ്രബന്ധങ്ങളുടെ ഒരു കളക്ഷനാണ്. വിദ്യാഭ്യാസം തന്നെയാണ് വിഷയം, പാഠ്യപദ്ധതിയാണ് വിഷയം. പാഠ്യപദ്ധതിയെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്ന ഒരു പുസ്തകമാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവി എന്നാണ് അതിന്റെ പേര്. അത് കുറച്ചും കൂടി പലതും ഒരു ഗഹനതയുള്ള കാര്യമാണത്, വിദ്യാഭ്യാസ കാര്യങ്ങൾ. എന്നാൽ പരമാവധി ഏറ്റവും ലളിതമായിട്ട് എഴുതാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. ഇത് പക്ഷെ എഴുതുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഇതൊരു മാസികയിൽ തുടർച്ചയായി അച്ചടിച്ച് വരുന്നത്, ഇത് ആളുകൾ വായിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള സിനിമയുടെ കഥകൾ, നിരവധിയായിട്ടുള്ള വ്യക്തി അനുഭവങ്ങൾ, നിരവധിയായിട്ടുള്ള എൻ്റെ വായനാനുഭവത്തിൽ വന്നിട്ടുള്ള പുസ്തകങ്ങൾ, അതിലെ കഥകൾ, കവിതകൾ, ഇതൊക്കെ ഇതിന്റെ ആഖ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ അജീഷ് മാഷ് പറഞ്ഞതുപോലെ ഇത് അനുഭവങ്ങളുടെ കൂടി സമാഹാരമാണ്. അനുഭവങ്ങളുടെ കൂടി പുസ്തകമാവുന്നതിൻ്റെ ഒരു വായനാ സുഖം ഇതിലുണ്ടാകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഈ എഴുതി വരുന്ന 4-5 കൊല്ലത്തിന് ഉള്ളിൽ വലിയ, ഇപ്പം എയ്ഡഡ് സ്കൂൾ പ്രവേശനം എയ്ഡഡ് സ്കൂൾ നിയമനം PSCക്ക് വിടുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടാകുന്നു. ആ വാർത്ത ഉണ്ടാകുമ്പോഴാണ് ഈ കുട്ടിക്കച്ചവടത്തിന്റെ അങ്ങാട് നിലവാരം എന്ന് പറയുന്ന ലേഖനം ഉണ്ടാവുന്നത്. സെൽഫി സ്കൂളിൽ നിന്നും എടുത്തതിന്റെ പേരിൽ ആ അധ്യാപിക
ഭയങ്കരമായിട്ട് പിന്നെ കുട്ടിയെ അപമാനിക്കുകയും ആ സെൽഫിയിൽ വന്നുപെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ആ ഫോട്ടോ അയക്കുകയും അവരുടെ സഹോദരങ്ങൾ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ തൂങ്ങി മരിച്ചിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് കണ്ണൂർ ജില്ലയിൽ. അപ്പൊ അതുണ്ടാക്കിയെടുത്ത നടുക്കമാണ് ഒരു സെൽഫിയും കുറെ സദാചാര വൈറസുകളും എന്ന് പറയുന്ന ലേഖനത്തിലേക്ക് എന്നെ നയിച്ചിട്ടുള്ളത്. ഇങ്ങനെ വ്യക്തിപരമായിട്ടും അതുപോലെ ചുവന്ന മഷി പുരട്ടിയ ചീർപ്പുകൾ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ ഒരു പഴയ മാഷ് പറഞ്ഞ ഒരു വാക്യമാണ്. അതായത് സ്കൂളിൽ കുട്ടികളുടെ കോമ്പോസിഷൻ, പണ്ട് ഈ പാഠ്യപദ്ധതിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നോക്കൂ. അതിങ്ങനെ എല്ലാം കുറെ ശരിയിട്ട് കൊടുത്താൽ ആയി. അപ്പൊ ചീർപ്പിൽ ചുവന്ന മഷി പുരട്ടിയിട്ട് ഒരു പേജിൽ ഒരു വരി വരച്ചാൽ അതിൽ ഒരു 10ഓ 30ഓ ശരിയായി, ഒറ്റ വരിക്ക്. അതുപോലെ ചുവന്ന മഷി പുരട്ടി ചീർപ്പ് വലിക്കും പോലെ അല്ല SSLC പരീക്ഷ പേപ്പർ നോക്കേണ്ടത് എന്ന് പഴയ ഒരു അധ്യാപകൻ എൻ്റെ കൂടെയുള്ള ഒരു അധ്യാപികയോട് പറഞ്ഞ ഒരു വാക്യം ഓർത്തെടുത്തുകൊണ്ടാണ് ഞാൻ ആ പേര് അതിനകത്തിട്ട്. ചിരിച്ചു മരിച്ച ക്ലാസ് മുറി, നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ചിരി മരിച്ചതിൽ നിന്നും നമ്മുടെ ചിരിച്ചു മരിച്ച ക്ലാസ് മുറിയായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ച ചില ക്ലാസ്സുകളെങ്കിലും. ഒരുപാട് തമാശകൾ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ക്ലാസ് മുറിയിലത്തെ തമാശകളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പലരുടെയും അനുഭവങ്ങളാണ്. ആ ചിരിച്ചു മരിച്ച ഒരു ക്ലാസ് മുറിയിൽ നിന്നും നമ്മുടെ ക്ലാസ് മുറികൾ എങ്ങനെയാണ് ചിരി മരിച്ച യാന്ത്രികമായ ഈ സിലബസ് മാത്രം പഠിപ്പിക്കുന്ന, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ട്യൂഷൻ സെന്ററുകളായിട്ട് മാറിയത്. സ്കൂൾ എങ്ങനെയാണ് അതിന്റെ ജൈവ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നത്? അതിൽ സമൂഹത്തിനും വിദ്യാഭ്യാസ സിസ്റ്റത്തിനും അതിന്റെ പാഠ്യപദ്ധതിക്കും അതിലെല്ലാം ഉപരി അധ്യാപകർക്കും ഉള്ള റോൾ എന്താണ് എന്ന് തികച്ചും സ്വയം വിമർശനപരമായിട്ട് ആലോചിക്കുന്ന ഒരു പുസ്തകമാണിത്. ഞാൻ ഏറെ നേരം സംസാരിച്ചു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് തന്നെ ഞാൻ അറിഞ്ഞത് കൃഷ്ണകുമാർ സാറ് അജീഷ് മാഷ്ക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കുന്നു, മാഷ് എനിക്ക് അയക്കുന്നു. ഞാൻ ഗോവയിൽ പോകുന്നതിന്റെ തൊട്ട് തലേദിവസമായിരുന്നു, ഞാൻ കോഴിക്കോടേക്ക് ഒരു യാത്രയായിരുന്നു അന്ന്. ആ ട്രെയിനിൽ വെച്ചാണ് ഞാൻ ഇതറിയുന്നത്. അതിന് 2-3 ദിവസം മുമ്പേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, വരും ഈ ആഴ്ച വരും എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം മാതൃഭൂമി ഇങ്ങനെ അയച്ചു തരും, ഒന്ന് എനിക്കൊരു കോപ്പി അയച്ചു തരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് മാഷെ എന്ന് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് പറ്റില്ല. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു സംവിധാനമാണല്ലോ. അത് മാർക്കറ്റിൽ വന്നു. എന്തായാലും അത് അറിയിച്ച അധ്യാപകൻ, അവരുടെ കോളേജ്, സുഹൃത്ത്, ഇവരൊക്കെ ചേർന്ന ഒരു സദസ്സ് ആണ് ഇത് എന്നത് എന്നെ അത്രമാത്രം ആഹ്ലാദിപ്പിക്കുന്നു. ഈ പരിപാടി വെച്ചതിന്, ഇത് കേൾക്കാൻ ഇത്രയും ആളുകൾ ഉണ്ടായതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നന്ദി. ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച പി പ്രേമചന്ദ്രൻ സാറിന് നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് അവരവരുടേതായ അഭിപ്രായം പറയാവുന്നതാണ്. ഹലോ, കേൾക്കാം. ഓക്കെ, കേൾക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ പ്രിയ സുഹൃത്താണ് പ്രേമേന്ദ്ര മാഷ്. മാഷോടൊപ്പം ഇന്ന് രാവിലെ ആണ് ഞങ്ങൾ ഒന്നിച്ചാണ് താമസിച്ചത്. ഗോവയിൽ നിന്ന് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ എല്ലാ അനുഭവങ്ങളും പലപ്പോഴും നമ്മളൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചതും നാം പറഞ്ഞതും ആയ കാര്യങ്ങളൊക്കെയാണ്. എനിക്കിവിടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. വേഗം നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ടത്, മാഷയുടെ എഴുതിയ എല്ലാ ലേഖനങ്ങളും, ഇതുവരെ അദ്ദേഹം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കറിയാം കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ വലിയ ദുരനുഭവം ഉണ്ടായ ആളുമാണ് പ്രേമേന്ദ്ര മാഷ്. കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സർവീസിന്റെ അവസാന കാലത്ത്
വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഞങ്ങളോടൊപ്പമുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഭയപ്പെടുന്ന ആളുമായിരുന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഒറ്റയാൻ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. പൊതുസമൂഹം അത് പിന്നീട് കുറേയൊക്കെ ഏറ്റെടുക്കുകയും സർക്കാർ അദ്ദേഹത്തിന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത വലിയൊരു അനുഭവം ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ വലിയ കാര്യമാണത്. നമുക്കറിയാം, കീമിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മാർക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ലോബി, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ തരം താഴ്ത്തുന്ന, റാങ്ക് സിസ്റ്റത്തിൽ തരം താഴ്ത്തുന്ന വലിയ ഒരു അനീതിക്കെതിരെ പ്രേമേന്ദ്രൻ മാഷ് നടത്തിയ പോരാട്ടം, അത് അങ്ങേയറ്റം അതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിച്ചുകൊണ്ടും അതിനെ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ അത് പ്രകാശിപ്പിക്കാമോ, ഏതൊക്കെ ആളുകളുടെ മുന്നിൽ എത്തിക്കാമോ, അവസാനം പിന്നീട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അത് സുപ്രീം കോടതിയിൽ കേസ് വരെയായപ്പോഴും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്ത പ്രേമേന്ദ്രൻ മാഷുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം ഒരുപക്ഷെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് കാണുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് പറയല്ല, ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പല ആലോചനകളൊക്കെ നടത്തുന്ന ആളായതുകൊണ്ട് കൂടി പറയുകയാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നേരത്തെ മാർക്സ് വീണ്ടും വിവരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ തന്നെയാണ്. ഈ അനുഭവങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും പല രീതിയിലൊക്കെ ചെറിയ തോതിൽ പ്രകാശിപ്പിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രേമേന്ദ്രൻ മാഷ് നിർവഹിച്ച വലിയ ദൗത്യം, എല്ലാ കാലത്തും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ട ആ മനസ്സ് ഒരുപക്ഷെ നമ്മൾ അത്രമാത്രം കണ്ടിരുന്നുവെന്നറിയില്ല. ഏതായാലും ഈ സമൂഹം അത് ഏറ്റെടുക്കുമെന്ന് കരുതി യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചർച്ച സംഘടിപ്പിച്ച ഇതിന്റെ ആളുകളെയൊന്നും എനിക്കറിയില്ല. പ്രേമേന്ദ്രൻ മാഷ് ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഇന്ന് അതിന്റെ ലിങ്ക് ഇട്ടത് കൊണ്ടുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും വലിയ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രേമേന്ദ്ര മാഷെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഷിയാസാണ്. അപ്പൊ താങ്കളുടെ അതെ കുറെ കാലത്തിന് ശേഷമാണ് താങ്കളുടെ ഇടപെടലൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് കാലത്തിന് ശേഷം എങ്ങനെ ഒരു ഫോമൽ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കേൾക്കുന്നത്, അതിന് താങ്കളുടെ ഒരു പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റിലാകുമ്പോൾ വലിയ സന്തോഷമായി. ബ്രഹ്മാഷ്ട ഞങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ SCRT പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് കരിക്കുലം ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ സമയത്തും ഞാൻ വളരെ ശ്രദ്ധയോടെ കൂടെ കേൾക്കുന്ന ഒരാളാണ് പ്രേമമാഷ്. അദ്ദേഹം പറയുന്നതിൽ ഒരു സവിശേഷമായിട്ടുള്ള ചിന്തയുടെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞാൻ ഇംഗ്ലീഷാണ്, അദ്ദേഹം എന്നാൽ പോലും ഞങ്ങൾ തമ്മിലുള്ള ഒരു വല്ലാത്തൊരു റാപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഐ തിങ്ക് മേ ബി ബിക്കോസ് ഓഫ് ദ ഫ്രഷ്നെസ് ഓഫ് ഹിസ് തോട്ട്സ്, അതിന്റെ വല്ലാത്തൊരു ന്യൂനെസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ദൂരത്തായിട്ടില്ല കഴിഞ്ഞ പുസ്തകം വന്നത്. എനിക്ക് തോന്നുന്നു പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം രണ്ടാമത്തെ പുസ്തകം. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നെയിമാണ് പ്രേമേന്ദ്ര മാഷ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇൻസൈഡേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ പ്രേമമാഷ് പോലെയുള്ള ഇൻസൈഡേഴ്സ് വിത്തിൻ ദ സിസ്റ്റം, എന്നിട്ടും അതിൽ തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് പ്രേമമാഷ് റോള്. വേറെ ഒരുപാട് വി ഹാവ് സം ഹിസ്റ്റോറിയൻസ് ലുക്കിംഗ് ഓൺ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു പ്രാക്ടീഷണർ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ പ്രേമമാഷിന്റെ ഇന്റർവെൻഷൻസ് വലിയ രീതിയിൽ എന്താ പറയാ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണല്ലോ. കൃഷ്ണകുമാർ മാഷ് എൻ്റെ സീനിയർ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. എനിക്ക് തോന്നുന്നത് സത്യത്തില് ഇതാണ് പുതിയ കാലത്തുള്ള ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ചിന്ത. ഒരു പബ്ലിക് സ്ഫിയറിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്. ടീച്ചർക്ക് വേണ്ടി എഴുതുന്ന പരിപാടിക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു പ്രേമമാഷെ പോലെ ഒരു എഡ്യൂക്കേഷനിസ്റ്റിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നമ്മുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പൽസും കുട്ടികൾ ഈ സ്പേസിൽ ഇന്റർവ്യൂൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു
ഒരു ഒരു റിയൽ സ്പേസ് ഇന്റർവെൻഷൻ. അത് ഞാൻ അസസ്മെന്റ് പുതിയ ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തി കൂടി പറയാൻ ആഗ്രഹിക്കും. ദിസ് ഈസ് ദ വേ വി ഹാവ് ടു ഇതിൽ ഇന്റർവ്യൂ ചെയ്യുന്ന കുട്ടികളുടെ ഒരു കോൺഫിഡൻസും അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന സാധ്യതയും സ്ട്രാറ്റജീസും ഒക്കെ ആലോചിക്കുന്ന എനിക്ക് തോന്നുന്നു പുതിയ കാലത്തിന്റെ ഒരു വലിയ സ്പേസ് ആണ്. കൃഷ്ണമാസം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു വലിയ പയനറിങ് എഫേർട്ടാണ് ഞാൻ മനസ്സിലാകുന്നത്. വേറെ B.Ed കോളേജിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ പരസ്യത്തിന് മുന്നേ കണ്ടിരുന്നു. പ്രേമാഷ്ട സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ വളരെ എന്താ പറയുക ഇഷ്ടത്തോടു കൂടി വന്നത്. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ പ്രസന്റേഷൻ വളരെ രസകരമായി തോന്നി. എനിക്ക് നാളെ തൃശ്ശൂർ ചെറിയൊരു സെഷൻ ഉണ്ട് ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനോട് ഐ എം ഗോയിങ് ടു ബി സ്പീക്കിംഗ്. പ്രേമാഷിന്റെ ചിന്തകളൊക്കെ 1 മണിക്കൂറോടെ എനിക്ക് കിട്ടി. ഇനി എന്റെ ഒരു കോസ്മറ്റൈസേഷൻ, ഒരു ഐസിങ് ഓൺ ദ കേക്ക് എന്ന രീതിയിൽ മാത്രം മതി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആസ് യൂഷ്വൽ. ഐ ആം ഓൾവേസ് ക്ലെയിം മൈസെൽഫ് ടു ബി ദ ഫസ്റ്റ് ബയർ ഓഫ് ഹിസ് ബുക്സ്. അപ്പൊ ആ സെൻസിൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടു. പക്ഷെ അന്ന് എന്റെ മനസ്സിൽ വേറെ കുറച്ച് ഓറിയന്റേഷൻ ആയതുകൊണ്ട് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ തിരക്കില്ല. അപ്പൊ ആ സെൻസിൽ എനിക്ക് അപ്പം എഡ്യൂക്കേഷനെ കുറിച്ച് അപ്പം നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ടുമോറോ ഞാൻ മാതൃഭൂമിയിൽ പോയിട്ട് I'll be buying that book and I'll be talking to Preman sir personally. So thank you very much, Preman sir, for your wonderful reflection. Also the presenter and the principal Krishnamurthy sir. It's a really, really educationally enriching experience. Thank you very much. Thank you very much. വളരെ സന്തോഷം. ഷിയാസ് ഞാനത് FB ഇട്ട ഉടൻ തന്നെ അതിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ലിങ്ക് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിക്കുകയും ഞാൻ വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ സന്തോഷം. പരമാഷം ഷിയാസ് ഒക്കെ വന്നതിൽ വളരെ സന്തോഷം. അജീഷ് സാറേ, നമസ്കാരം. സാറേ, നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു. പ്രവീൺ സാറേ, ഹീര ടീച്ചറാണ് ട്രെയിനിങ് കോളേജിലെ. രാവിലെ സംസാരിച്ചിരുന്നു, ഓർക്കുന്നു സാറ്. അപ്പോ പുസ്തകം ഞാനൊരു വളരെ മനോഹരമായിട്ട് അജീഷ് സാറ് വീണ്ടും നമുക്കൊരു പുസ്തക പരിചയം നടത്തി. ഒരുപാട് സന്തോഷം. നന്ദി സാറേ. പിന്നെ ഈ പുസ്തകത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് എല്ലാ കുട്ടികളും അധ്യാപകരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് തോന്നി. അത്രയും വിപുലമായിട്ടൊരു ചർച്ചയും കൂടി അതിനാസ്പദമാക്കി വെക്കേണ്ടതാണെന്നും കൂടി തോന്നിയിരുന്നു. ഇതില് നേരത്തെ അജീഷ് സാറ് പറഞ്ഞ പോലെ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സിനിമ കാണാൻ അധ്യാപകർ എന്തിനു പഠിക്കണം എന്നുള്ളത്. സിനിമയായിട്ടും കൂടി കുറച്ചും കൂടി സാർ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതില് ഈ ഒരു ദൃശ്യ സാക്ഷരതയുടെ അഭാവമാണ് ഈ പല കാര്യങ്ങളും ശരിയാവണ്ണം മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സാധിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ സാറിന് വിശദീകരിക്കാമോ? അതിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് വിശദീകരിക്കാമോ? മോഡറേറ്റർ, നമ്മൾ അങ്ങനെ പറഞ്ഞു പോകാൻ തോന്നുന്നു അല്ലെ? ടീച്ചറെ വളരെ ചുരുക്കി പറയാൻ തോന്നുന്നു എനിക്ക്. ഓക്കെ, ഞാനത് പറഞ്ഞു. അധ്യാപകർ സിനിമ കാണാൻ പഠിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ അതിനകത്ത് ചോദിക്കുന്നത്. സിനിമ കണ്ടാൽ മതിയില്ല, കാണാൻ പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതാണ്. സിനിമ എന്ന് പറയുന്നൊരു മാധ്യമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നിർമ്മിക്കുന്ന പല തരത്തിലുള്ള പല ആഴത്തിലുള്ള അർത്ഥങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ആ അർത്ഥത്തിലേക്ക് എത്തിച്ചേരാനും ആ അർത്ഥത്തെ അതിൻ്റെ വോളിയം തിരിച്ചറിയാനും സിനിമ കാണാൻ നമ്മൾ ശീലിക്കുന്നത് കൊണ്ട് സാധിക്കും. അപ്പം അധ്യാപകർ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ കവിത പഠിപ്പിക്കുന്ന അധ്യാപകർ കാവ്യ വിശകലനത്തിനുള്ള സിദ്ധാന്തങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കും. ഇംഗ്ലീഷിലായാലും ശരി, മലയാളത്തിലായാലും ശരി, സംസ്കൃതത്തിലായാലും ശരി, കാവ്യ വിശകലനത്തിന് ചില സിദ്ധാന്തങ്ങളുണ്ട്, ചില തിയറികളുണ്ട്. ഈ തിയറികൾ മാത്രമല്ല, ഈ തിയറികളെല്ലാം ഉണ്ടാകുമ്പോൾ തിയറികളെ കേവലമായി അപ്ലൈ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. ആ തിയറികൾ എങ്ങനെയാണ് നമ്മൾ ഇന്റേണലൈസ് ചെയ്തത്, നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വായനയിലെ ആഴം എന്താണ്, ഈ പല കാര്യങ്ങളുമായിട്ടും കൂട്ടിച്ചേർന്നുകൊണ്ടാണ് നമ്മൾ ഒരു കവിതയെ വ്യാഖ്യാനിക്കുന്നത്, വിശകലനം ചെയ്യുന്നത്, അതിനെ വിശദീകരിക്കുന്നത്, അതിന് പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്നത്. ഇങ്ങനെ ചെയ്യാൻ നമ്മളെ ഈ
കവിതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സൈദ്ധാന്തികമായ പഠനം നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള വിചാരങ്ങളെ കുറിച്ചും ഒക്കെ വലിയ ആഴങ്ങളിലൊന്നും അല്ലെങ്കിൽ പോലും ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയേണ്ടുന്ന ആളുകളാണ് അധ്യാപകർ. എന്തുകൊണ്ടെന്നാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുക, അതിന്റെ ടെക്നോളജി മാറുന്നതാണ്. നമ്മൾ താളിയോലയിൽ മണലിൽ നിന്നും താളിയോലയിലേക്കും താളിയോലയിൽ നിന്ന് അല്ലെ കടലാസിലേക്കും കടലാസിൽ നിന്ന് ഡിജിറ്റലിലേക്കും അവിടെ നിന്ന് നമ്മൾ അതിന്റെ ഉപരിയായിട്ടുള്ള ലോകത്തിലേക്ക് ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാറുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അതിന് ഏറ്റവും മുമ്പിൽ ഉണ്ടാവുക. കാരണം വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ മാറ്റം ഉണ്ടാവുന്നതും അങ്ങനെയാണ് ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും വിദ്യാഭ്യാസത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായി തീരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അധ്യാപകരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ നമ്മളിപ്പം DLED കോഴ്സിലായാലും ശരി, സിനിമ ഒരു വിഷയമായിരിക്കണം അവിടെ. സിനിമയുടെ കാരണം ഞാൻ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കാഴ്ചയുടെ ഒരു ലോകത്താണ് അവരുള്ളത്. ആരാണ് അവരുടെ കാഴ്ചയെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണുന്നതാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. നേരത്തെ ഈ മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ് നമ്മളായി തീരുന്നത്. അപ്പോൾ ആരാണ് നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൂടി ഉദാഹരണമാണ്. ഇത് സാഹിത്യത്തെ സംബന്ധിച്ച് ഇത് നേരത്തെ തന്നെ നിങ്ങൾ എന്ത് വായിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഒരു കോളേജ് അധ്യാപിക പരസ്യമായി ഒരു തീവണ്ടിയിൽ ഇരുന്നുകൊണ്ട് മംഗളം, മനോരമ ഇത്യാദി പൈങ്കിളി സംഗതികൾ വായിക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു കോളേജ് അധ്യാപിക അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ആയിക്കോട്ടെ, അവർ വായിക്കുന്നത് ഈ മലയാള മനോരമ നിവർത്തി വായിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. എന്നാൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ഇപ്പൊ തപോമയിയുടെ അച്ഛനാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള നമ്മൾ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ എന്ത് വായിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത് സിനിമയിൽ വന്നിട്ടില്ല. ഞാനൊരു കോളേജിൽ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം, അവർ കോളേജിൽ നടന്ന ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ ഇൻചാർജുള്ള അധ്യാപിക, ഞാൻ കഴിഞ്ഞ ആഴ്ച ഗംഭീരമായിട്ടൊരു സിനിമ കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ചിരിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് ആയിടെ ആ നൂറ്റാണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വളിപ്പ് ചിരിപ്പടത്തെ കുറിച്ചാണ് അവര് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് സിനിമയെ മനസ്സിലാക്കുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയെ മനസ്സിലാക്കുന്നു. സിനിമയിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ കാണിക്കുന്നു, അത് ഏത് പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നു, അത് ആരുടെ വീക്ഷണത്തിലാണ് കാണിക്കുന്നത്. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ തന്നെ, ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ആൺകാഴ്ചയാണിത്, ഒരു പുരുഷന്റെ ഒളിഞ്ഞു നോട്ടമാണ് ഈ ക്യാമറ എന്ന് പറയുന്ന ഉപകരണം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടക്കമുള്ള പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ, ആരുടെ കാഴ്ചപ്പാടിലാണ് സിനിമ പ്രവർത്തിക്കുന്നത്. ഈ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ഈ ക്യാമറയുടെ ആംഗിളുകൾ ആ സിനിമയിൽ ക്രമീകരിച്ചത് എങ്ങനെയാണ്, അതിനുപയോഗിച്ച നിറം എന്താണ്, ഇതെല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എന്താണ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ ടീം ചെയ്തത് ഈ പാഠ്യപദ്ധതിക്കകത്ത് എന്ന് ചോദിച്ചാൽ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സിനിമയെ കൃത്യമായും ഒരു പഠന മേഖലയായി സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണമായിട്ട് ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് കാഴ്ചയാണ്, സിനിമയാണ്. കാഴ്ചയുടെ അകവും പുറവും എന്നാണ് അതിന്റെ പേര് മലയാളത്തിൽ. അന്ന് പതേർ പാഞ്ചാലിയെ കുറിച്ചൊരു നിരൂപണം വരുന്നു, ബഷീർ ദ മാൻ വരുന്നു, ജോണിനെ കുറിച്ച് പഠിക്കുന്നു, ഇംഗ്ലീഷിൽ അടൂരിനെ കുറിച്ച് പഠിക്കുന്നു, കിഡ് പഠിക്കുന്നു, ഇങ്ങനെ പതേർ പാഞ്ചാലിയെ കുറിച്ച് പഠിക്കുന്നു. ഇങ്ങനെ സ്കൂളിൽ ഫിലിം ഫെസ്റ്റിവൽ വരുന്നു.
അപ്പൊ ഇങ്ങനെ ഒരു സിനിമ കാണുകയും നല്ല സിനിമ കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ നല്ലതിനെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു ദൃശ്യമെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചീത്തകളിൽ നിന്ന് അങ്ങനെയാണ് പുറത്തു കിടക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ആ ലേഖനം എഴുതിയത്. സിനിമ കാണാൻ അധ്യാപകർ എന്തിനാണ് ഈ പുതിയ കാലത്ത് പഠിക്കുന്നത്? കാരണം നമ്മൾ കുട്ടികൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, കാഴ്ചകൾ മതിവരാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ആ കാഴ്ചകളെ വിശകലനം ചെയ്യാനും ഒരു ചെറിയൊരു പൊത്തുമതി, ചെറിയൊരു പൊട്ടുമതി ഒരു വലിയ ഒരു കുമിളയെ പൊട്ടിക്കാൻ എന്ന് പറയുന്നത് മാതിരി ഊതി വീർപ്പിച്ച പലതിനെയും പൊട്ടിക്കാൻ നമുക്ക് യുക്തിയുടെ, അറിവിന്റെ ഒരു വെളിച്ചം മതി. ആ വെളിച്ചം ക്ലാസ് മുറിയിൽ പ്രസരിപ്പിക്കാനാണ് അധ്യാപകർ തീർച്ചയായിട്ടും അവരുടെ സിലബസിന്റെ ഭാഗമായിട്ട് എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമ പരിണമിച്ചത്, എന്താണ് സിനിമയുടെ മീനിങ്, അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളാണ് ദൃശ്യ സാക്ഷരത എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാൻ അതിനകത്ത് വളരെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നന്ദി സർ. പുസ്തകം കൂടുതൽ പേര് വായിക്കാത്തതുകൊണ്ട് അവർക്കൊരു വെളിച്ചം കിട്ടട്ടെ എന്ന് ചോദിച്ചതാണ്. താങ്ക് യു. പ്രവേന്ദ്ര മാഷെ, എൻ്റെ പേര് ഔസഫ് എന്നാണ്. ഞാൻ ഈ വിദ്യാഭ്യാസത്തിന്റെ ഞാനൊരു മാഷല്ല, ഞാൻ വെറും ഒരു ഔട്ട്സൈഡറാണ്, കാഴ്ചക്കാരനാണ്. എങ്കിൽ പോലും കൃഷ്ണകുമാർ സാറിൻ്റെ സ്നേഹവും സന്തോഷവും കൂട്ടുകെട്ടും കൊണ്ട് ഞാനിങ്ങനെ പുസ്തക നിരൂപണത്തിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. ഓൾമോസ്റ്റ് എനിക്ക് സാറിനെ കുറിച്ച് ഓർത്തപ്പോഴത്തേക്ക് ഇന്ന് ഭയങ്കര അഭിമാനം തോന്നുക. കാരണം കാസർഗോഡ് ജില്ലയിലെ ഏതോ ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപനം നടത്തുകയും ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന സ്പന്ദനങ്ങൾ എനിക്കറിയാം. അതിനകത്ത് ശരിയും തെറ്റുകളൊക്കെ എന്താണെന്ന് സമൂഹത്തോട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാഷാണെന്ന് എനിക്ക് മനസ്സിലായി. അതുമാതിരി ഈ 25 ലേഖനങ്ങളുടെ സമാഹാരം എന്ന് പറയുന്നത് ഈ 10 കൽപ്പനകളെന്ന് പറഞ്ഞ പോലെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാഷന്മാർക്കും എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ, പ്രത്യേകിച്ച് ബി.എഡ് കോളേജിലുള്ള എല്ലാവർക്കും ഒരു വലിയൊരു സന്ദേശവും ഉപഹാരവുമാണ് അങ്ങ് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് വളരെ സാർത്ഥകമായ ഒരു ജീവിതമാണ് സാറ് അർപ്പിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ PSCയുടെ വാതൊക്കെ പോയി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ മലയാളത്തിൽ വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി സമരം ചെയ്യുന്നതൊക്കെ സാർ ഇപ്പോൾ സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ നിരന്തരം ഈ മേഖലകളിൽ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടൽ സർക്കാരിൻ്റെയും മറ്റ് ആൾക്കാരുടെയൊക്കെ കണ്ണിൽ പെടുകയും അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയൊക്കെ ചെയ്തു എന്നുള്ള ഒത്തിരി അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ് ഇതിനകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുസ്തകത്തിലൊന്നും എനിക്ക് കിട്ടിയില്ല, എങ്കിൽ പോലും ചില ലേഖനങ്ങളിൽ ഈ വിദ്യാർത്ഥികളെ എന്തിനു പുറത്തു നിർത്തുന്നു എനിക്ക് ദയവായിട്ട് എല്ലാ ടീച്ചേഴ്സിനോടും, വളർന്നു വരുന്ന ടീച്ചേഴ്സിനോടും പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദയവായിട്ട് ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളെയും 1 മിനിറ്റെങ്കിലും ചേർത്ത് നിർത്തി പേഴ്സണലായിട്ട് ആ കുട്ടികൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സെന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ക്ലാസ്സിൽ താമസിച്ചു വന്നു എന്ന് പറഞ്ഞ് ഒരു കൊച്ചിനെ അടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അവനൊരു പക്ഷേ താമസിച്ചു വന്ന് ഒരുപക്ഷെ അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ പശുവിനെ കിടക്കാനായിട്ട് സഹായിച്ചിട്ടോ, അല്ലെങ്കിൽ ദീർഘദൂരം നടന്നു വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. ഇത് അധ്യാപകന് എപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ കൂടി ചേർന്ന് നിർത്തുന്ന ഒരു കുഞ്ഞുങ്ങളായിരിക്കും ഭാവിയിലേക്ക് നമുക്ക് സമൂഹത്തിന് പ്രയോജനപ്പെട്ടവരായിരിക്കുന്നത്. അല്ലാതെ ശിക്ഷിക്കാനായിട്ടാണെങ്കിലും അധ്യാപകൻ വടിയും കൊടുത്ത് അവിടെ ക്ലാസ് മുറിയിൽ അതിനല്ലല്ലോ അധ്യാപകനെ നിയമിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ സാർ പറഞ്ഞ ആ പോയിന്റൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം തോമസ് ആൽവാ എഡിസന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് സാറിന് നമ്മുടെ അധ്യാപകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ എങ്ങനെ ചെറുപ്പത്തിൽ മെന്റർ ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമ്മൾക്ക് പാകപ്പെടുത്തി സമൂഹത്തിന് ഉപകാരപ്പെടുത്തുന്നവരാക്കി മാറ്റാം എന്നുള്ളത് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ പുതിയതായിട്ടുള്ള ഈ മൊബൈലിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ ഒരു കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കുന്നു, കാൽക്കുലേറ്റർ നമ്മൾ നോ പറയുന്നില്ലല്ലോ അധ്യാപനത്തിൽ ക്ലാസ്സിൽ. ഇനിയും വരുന്ന കാലങ്ങളിൽ ഡിജിറ്റലൈസേഷന്റെ കാലമാണ്. നമുക്ക് ഒരിക്കലും മൊബൈൽ എന്ന് പറഞ്ഞൊരു ഉപകരണത്തെ മാറ്റി നിർത്തിയിട്ട് കുട്ടികളോട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാലം പറയാനേ പറ്റില്ല. ഇപ്പൊ നോട്ട് എത്ര നല്ല സാധനമാണ്, അതിനെ ദുരുപയോഗം ചെയ്യുന്നവരില്ലേ.
എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൊബൈലുണ്ട്, അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ദുഷിച്ചു പോകുമെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമായ അർത്ഥമൊന്നുമില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സും ഈ സാറിൻ്റെ വിശകലനവും പുസ്തകത്തെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വായിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒത്തിരി സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം മാഷേ, എൻ്റെ പേര് ധന്യ എന്നാണ്. മാഷേ, എനിക്കിങ്ങനെ വായിച്ചുള്ള ശീലമേ ഉള്ളൂ, അല്ലാതെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് മാഷെ കേൾക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ നമ്മള് ഒരു അധ്യാപിക തന്നെയാണ്. കൃഷ്ണകുമാർ സാറാണ് നമ്മളെ ക്ലാസ്സിലാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ മാഷിന്റെ ക്ലാസ് ഒക്കെ തീർത്തും വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ ഒരു അനുഭവവും അറിവും വളരെ വിശാലമായിട്ടുള്ളൊരു ലോകത്തേക്ക് നമ്മളെ തുറന്നു വിട്ടിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ ഈ സാറൊക്കെ ആദ്യം ക്ലാസ് മുറികളിലെ പറയാറുണ്ട് ഈ കുട്ടികളെ പുറത്താക്കുന്ന ശീലങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പൊ നമ്മളൊന്നും ജീവിതത്തിൽ അതൊരിക്കലും ചെയ്യാത്ത ആളുകളായിട്ട് മാറി. അത് മാഷിന്റെ കൂടെ ഇരുന്നത് കൊണ്ടാണെന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നു. കുറെ നല്ല നല്ല ശീലങ്ങൾ മാഷ് ഇങ്ങനെ പകർന്നു വന്നിട്ടുള്ള നല്ല ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ എനിക്കിപ്പോ തോന്നിയത്, മാഷ് സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, കുറെ സിനിമകൾ നന്നായിട്ട് എനിക്ക് പ്രയോജനപ്പെടാറുണ്ട് ക്ലാസ് മുറികളിൽ. ഇപ്പൊ ബാഹുബലി വന്നതുകൊണ്ട്, ലോകം വന്നതുകൊണ്ടൊക്കെ ഈ MM വിജയൻ മാഷിന്റെ ലേഖനങ്ങൾ വരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. മിത്ത്, ഫാന്റസി, ഇത് കുറേ സാധനങ്ങൾ, ഇതേപോലത്തെ തിയററ്റിക്കൽ സാധനങ്ങളൊക്കെ കുട്ടികളുടെ ഒരു അനുഭവ പരിചയം. ഇപ്പൊ നമുക്ക് പഴയ വായിച്ച അനുഭവം അവർക്കില്ല, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മളുടെ ഒരു തലമുറത്തെ പാട്ട് പറഞ്ഞ അവർക്ക് അറിയില്ല. നമ്മൾ വലിയ കാര്യമായിട്ട് ക്ലാസ് മുറി ചെന്ന് ഈ പാട്ട് കേട്ടിട്ടില്ലേ, ആ പാട്ട് കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അവിടെ തകർന്നു പോയി. കുട്ടികൾക്ക് ഇതൊന്നും ഒരു അനുഭവം ഇല്ല. അപ്പോ ഇതേപോലത്തെ ചില സിനിമകളിൽ കൂടെയൊക്കെ നമ്മൾ ജീവിതം രക്ഷിച്ചു പോരാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ഒരു സിനിമ കാണുന്ന ഒരു ശീലം കുട്ടികളിൽ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവരുടെ ഒരു ശ്രദ്ധേനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ വക സിനിമകൾക്ക് പറ്റുന്നില്ല. നമുക്ക് അത് അങ്ങനെ അവരിലേക്ക് അങ്ങനെ ഫലപ്രദമായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. മാഷ് അതിൻ്റെ ഒരു നിർദ്ദേശം എന്തെങ്കിലും, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാഷിന്റെ അടുത്ത് നിന്ന് അത് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കുട്ടികളുടെ ഈ ശ്രദ്ധേനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇത്ര ഇപ്പൊ ബൈസിക്കിൾ തീവ്സ് ഒക്കെ ക്ലാസ്സിൽ കാണിച്ച അനുഭവത്തിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു പടമാണ്. നമ്മൾ മിനിറ്റ് വെച്ച് ഇത് പ്ലേ ചെയ്ത് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് ആ ശ്രദ്ധ അത് ഉടനീളം ഇങ്ങനെ കാണാനുള്ളൊരു ക്ഷമ അവർക്കില്ല എന്നുള്ളത്, ഈ പുതിയ കുട്ടികൾക്ക്. അപ്പൊ നമ്മളത് എങ്ങനെ എന്നുള്ളത് അറിയാനൊരു ആഗ്രഹമുണ്ട്. നമസ്കാരം ധന്യ ടീച്ചറെ, സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള കാലവും ലോകവും മാറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ പറയുന്ന പോലെയുള്ള സിനിമകൾ, നല്ല സിനിമകൾ കാണാൻ കുട്ടികൾക്ക് ക്ഷമയില്ല, അവർ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പല അധ്യാപകരും പലയിടങ്ങളിലും വെച്ച് പറയുന്ന കാര്യമാണ്. അപ്പം അതിനെ എങ്ങനെ അങ്ങനെ അവർ ഇരിപ്പുള്ളവരാക്കി ഇരുത്താം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഒരു സിനിമ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പല കവിതകളും, ഇപ്പോ EP രാജഗോപാലൻ മാഷ് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം പയ്യന്നൂരുകാരനാണ് EP രാജഗോപാലൻ മാഷ്. ഈ പയ്യന്നൂർ തൊട്ടടുത്താണ് മാതമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയാണ് മലയാളത്തിലെ ആദ്യത്തെ കഥാകൃത്ത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായർ, കേസരി എന്നറിയപ്പെടുന്ന വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായർ ജീവിച്ച നാടാണത്. അന്ന് ക്ലാസ്സില് വാസനാവികൃതി പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് ഇത് എഴുതിയത്, മലയാളത്തിൽ ആദ്യത്തെ കഥ എഴുതിയത് എന്ന ഒരു വിവരം അന്ന് ക്ലാസ്സിൽ പങ്കുവച്ചിരുന്നെങ്കിൽ അത് എത്രമാത്രം ഞങ്ങളെ ആവേശം കൊള്ളിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അധ്യാപകൻ
ഒരു സിനിമ ബൈസിക്കിൾ തീവ്സ് ആണെങ്കിൽ ബൈസിക്കിൾ തീവ്സ്, ഏത് സിനിമയായാലും ആ സിനിമ നമുക്കെന്നാ ഇന്ന് രാവിലെ സിനിമ കാണാം, നമുക്ക് സിനിമ പഠിക്കാനുണ്ട് പാഠപുസ്തകത്തിൽ, അതുകൊണ്ട് ബൈസിക്കിൾ തീവ്സ് നമുക്കിന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബൈസിക്കിൾ തീവ്സ് പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പന്തേർ പാഞ്ചാലി പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അത് മറിച്ച് ബൈസിക്കിൾ തീവ്സിന്റെ ഓരോ കാര്യങ്ങളും കാണാൻ താല്പര്യം ഉളവാക്കുന്നവരായി നമുക്ക് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും എന്നുള്ളത് ഓരോ അധ്യാപകരും അധ്യാപകരും അവരെ ക്ലാസ് മുറിക്കനുസരിച്ച് അവരൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടതാണ്. ഏതൊരു സിനിമ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനം ചെയ്യണം. ക്ലാസ് മുറിയിലെ സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെലിവിഷനിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ കാണുന്ന ഒരു സിനിമ അല്ല. അത് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട്, ഇപ്പൊ നമ്മൾ ഫിസിക്സിലത്തെ സിദ്ധാന്തങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടല്ലല്ലോ നമ്മൾ അവ പഠിക്കുന്നത്, അവ പഠിക്കേണ്ടതാണ്. ആ നിലയിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സിനിമ മുൻനിർത്തിക്കൊണ്ട് സിനിമ കാണിച്ചു കൊടുക്കുന്ന അപ്പുറത്തേക്ക് അത് നമുക്ക് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ബൈസിക്കിൾ തീവ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഈ നിയോ റിയലിസ്റ്റ് സിനിമയുടെ പതാക വഹിച്ചിട്ടുള്ള, ലോകത്ത് എല്ലായിടത്തും സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. ഈ ബൈസിക്കിൾ തീവ്സിന്റെ പിറകിലുള്ള നിരവധിയായിട്ടുള്ള കഥകളുണ്ട്, ബൈസിക്കിൾ തീവ്സ് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചിലപ്പോൾ അവയത്തിലെ ഏതെങ്കിലും ചിലത് പറയും. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഇതിനെ മരിച്ചുപോയിട്ടുള്ള എൻസോ സ്റ്റായിയോള എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിക്ടോറിയോ ഡെസീക്ക കണ്ടെത്തിയത്, എങ്ങനെയാണ് ബൈസിക്കിൾ തീവ്സിലെ നായകനായ റിച്ചിയെ അവതരിപ്പിച്ച ആളെ ഡെസീക്ക കണ്ടെത്തിയത് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് അനേകം വിശദാംശങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഉദാഹരണമായിട്ട് ഞാൻ നീണ്ടുപോകുന്നറിയില്ല, ആളുകൾ സംസാരിക്കാനുണ്ട്. വിക്ടോറിയ ഡെസീക്ക ബൈസിക്കിൾ തീവ്സ് എടുക്കാൻ തീരുമാനിക്കുന്നു. നമുക്കറിയാം അക്കാലത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ബൈസിക്കിൾ തീവ്സ്. അത്രമാത്രം പണം ചെലവഴിച്ചെടുത്ത, ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. 1950-40 നമ്മൾ ഓർമ്മിക്കണം. ആ കാലത്ത് ഏറ്റവും പെർഫെക്റ്റ്. അതിനു മുമ്പേ അദ്ദേഹം ചില സിനിമകൾ, പ്രധാനപ്പെട്ട സിനിമകൾ എടുത്തിരുന്നു. അപ്പോ അതിന്റെ വിജയം കൊണ്ട് അക്കാലത്ത് ഹോളിവുഡിലെ പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനികൾ ഇറ്റലിയിൽ വന്ന് ഡെസീക്കയെ കണ്ട്, നിങ്ങളുടെ ഈ പ്രൊജക്ട് ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെസീക്ക അതിന് സമ്മതിക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, അവരുടെ നിർബന്ധം അക്കാലത്ത് ഹോളിവുഡിലെ പ്രധാനപ്പെട്ട ഒരു നായകൻ, 2-3 സിനിമകളിൽ ആ കാലത്ത് വളരെ വിജയിച്ചിട്ടുള്ള നായകൻ, അയാളെ ഇതിലെ അന്റോണിയോ റിച്ചി ആയിട്ട് എടുക്കണമെന്നാണ്. അപ്പൊ ഡെസീക്ക ഈ നിർമ്മാതാക്കളോട് പറഞ്ഞത് അത് നടക്കില്ല, എന്റെ നായകന്റെ കയ്യിൽ തഴമ്പുണ്ടാകണം എന്നാണ്. എന്റെ നായകന്റെ കൈ, തഴമ്പിന്റെ ക്ലോസപ്പ് ഷോട്ടുകളുടെ നിര ആ സിനിമയിൽ ഇല്ല. അന്റോണിയോ റിച്ചിയുടെ കൈ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ നായകന്റെ കയ്യിൽ പണിയെടുത്ത ഒരാളുടെ കൈയെന്ന പോലെ തഴമ്പുകൾ ഉണ്ടാകണം എന്ന് ഡെസീക്ക പറയും. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട എൻസോ സ്റ്റായിയോള എന്ന് പറയുന്ന കുട്ടിയെ കാണലായിരുന്നു. കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അദ്ദേഹം പരസ്യങ്ങൾ ചെയ്യും, പലയിടത്തും ഈ പറയുന്ന ഓഡിഷൻ വെക്കുന്നു. കുട്ടിയെ കിട്ടുന്നില്ല. പിന്നെ ഉണ്ട കണ്ണുകളുള്ള ഒരു ഉരുണ്ട് സുന്ദരനായിട്ടുള്ള കുട്ടിയാണ് അയാൾക്ക് വേണ്ടത്, അയാളുടെ മനസ്സിലുള്ളത്. എങ്ങനെയും കിട്ടുന്നില്ല. ഓഡിഷൻ നടത്തുന്നു, പല ഫോട്ടോഗ്രാഫുകൾ ക്ഷണിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീ ഒരു ദിവസം തന്റെ മകനെ തിരഞ്ഞെടുക്കുന്നതിനായി ഈ ഒരു ഫോട്ടോഗ്രാഫുമായിട്ട്, ആ മകന്റെ ഫോട്ടോവുമായിട്ട് ഡെസീക്കയെ കാണുന്നു. അപ്പോൾ ഡെസീക്ക എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആ ഫോട്ടോ വാങ്ങി നോക്കിയിട്ട് ഇതിന്റെ പിറകിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കും. അത് എന്റെ ഭർത്താവാണ്, അദ്ദേഹം ഒരു ഫാക്ടറി തൊഴിലാളിയാണെന്ന് പറയും. അപ്പൊ അയാളെ വിളിക്കാൻ പറയും. അയാൾ വരും. അയാളെയാണ് വിക്ടോറിയ ഡെസീക്ക ബൈസിക്കിൾ തീവ്സിൽ നായകനായി തിരഞ്ഞെടുക്കുന്നത്. എൻസോ സ്റ്റായിയോളയെ കണ്ടെത്തുന്നത് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടും കുറെ കഴിഞ്ഞിട്ട് ഒരു സ്കൂളിന്റെ മുന്നിൽ ഇങ്ങനെ പോപ്കോൺ പോലെ എന്തോ വിൽക്കുന്ന ഒരാളും ആ സ്കൂൾ വിട്ടു വന്ന് അയാളെ സഹായിക്കുന്ന ഒരു മകനെയും ഡെസീക്ക കാണുന്നുണ്ട്.
ഷൂട്ടിംഗ് കൊടുക്കുന്ന അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നത് തൊട്ട് മുന്നിലൊരു സ്കൂളിൽ. ആ കുട്ടിയെ ഡെസിക്ക പിന്തുടരും. എന്നിട്ട് അവന്റെ അച്ഛനോട് അവനെ സിനിമയിൽ അഭിനയിക്കാൻ വിടാമോ ചോദിക്കും. അവൻ എന്തായാലും വിടില്ല. ആ വീണ്ടും ഡെസിക്ക് അവർ വീട്ടിൽ പോയി അമ്മാവന്മാരുടെയും പലരുടെയും അനുവാദം വാങ്ങിയിട്ടാണ് അവസാനം എൻസോ സ്റ്റായുള്ള എന്ന് പറഞ്ഞ് നടക്കേണ്ടത്. ഇതുപോലെ നിരവധിയായിട്ടുള്ള കൗതുകങ്ങൾ ഉണ്ട് ഓരോ സിനിമക്ക് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുഴുവൻ സമയം 2 മണിക്കൂറുള്ള സിനിമ ഒരു സമയം ഒരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് നമ്മളത് കാണിക്കുകയും അതിനകത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒരു കവിത പഠിപ്പിച്ചാൽ ശ്രദ്ധിക്കുന്നില്ലാത്തതുപോലെ അവർ ശ്രദ്ധിക്കുമെന്നുള്ളത് പോലെ അതിനകത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു മാസ്റ്റർ പ്ലാനോട് കൂടി മാത്രം നമ്മൾ ഒരു സിനിമ, ഇങ്ങനെ വലിയ സിനിമകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ബൈസിക്കിൾ തീവ്സ് തന്നെ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് നിരവധിയായിട്ടുള്ള ഹ്രസ്വ സിനിമകൾ കാണിക്കണം. അങ്ങനെയൊക്കെ വേണം യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന കാഴ്ചയിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. ഒരു പരിധി വരെയെങ്കിലും വിജയിക്കും. അതിൽ കുറച്ചു പേരെങ്കിലും ആ സിനിമ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. താങ്ക് യു മാഷേ, വളരെ സന്തോഷം. മാഷേ നമസ്കാരം. സമയത്തിന്റെ ഒരു പരിമിതി കാരണം മാഷിനും ദേഹാസ്വാസ്ഥ്യമുണ്ട്. അതുകൊണ്ട് ഇനി എത്ര പേര് സംസാരിക്കാനുണ്ടോന്ന് അറിയില്ല. മാഷേ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എനിക്ക് മാഷ് അന്ന് മലയാളത്തില് പരീക്ഷ എഴുതി എന്ന് പറഞ്ഞ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞേക്കാവോ? ഇല്ല, ഒന്നുമല്ല. അത് വാല്യൂ ചെയ്തിട്ടില്ല അവര്. അത് വാല്യൂ വലിയ ചെയ്തിട്ടില്ല. അത് കളഞ്ഞു. അത് ഇപ്പൊ മാഷ് പറഞ്ഞ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചിട്ട് ഞങ്ങള് ലിറ്ററേച്ചർ പഠിക്കുന്ന കാലത്ത് ഈ ഒഥല്ലോ ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ സാറ് ഒരു സ്റ്റേജ് ഷോ പോലെ പുള്ളി ചാടിത്തുള്ളി ഒക്കെ പഠിപ്പിച്ചത് ഇന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ നമുക്കൊരു പഠിപ്പിച്ച കാര്യങ്ങൾ പലതും കോളേജിലുണ്ടെങ്കിൽ പോലും ഒഥല്ലോ ഇന്നും ഓർത്തിരിക്കുന്നത് ആ സാറിന്റെ അഭിനിവേശത്തോടു കൂടിയുള്ള ആ ക്ലാസ്സിലിപ്പം. പിന്നെ സാറ് സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഒരു സിനിമാറ്റോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും രീതിയിൽ ഒരു ഡയറക്ടറോ ഒക്കെ ആകാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഇതേ രീതിയിൽ ഒരു സിനിമയെ കുറിച്ച് അപ്രോച്ച് അവന് കൊച്ചിലെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു മാറ്റമായിരിക്കും ആ കുട്ടിയിൽ ഉണ്ടാകുന്നത്. സല്യൂട്ട് യു സർ. താങ്ക് യു. പക്ഷേ ഈ പുസ്തകത്തിന്റെ ശീർഷകം പോലെ ഈ പുസ്തകം വായിച്ചാൽ ചിരിച്ചു മരിക്കും. അതാണ് ഈ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. ഒരു അമേരിക്കൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റ മെക്ലഫ് അവര് പറയുന്നുണ്ട്, ഐ ടച്ച് ദ ഫ്യൂച്ചർ, ഐ ടീച്ച്. ഞാൻ ഭാവിയെയാണ് തൊടുന്നത് പഠിപ്പിക്കുമ്പോൾ. മാഷിന്റെ വരികൾ ഇതുപോലെ ഈ ലോകമെമ്പാടും വായിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഈ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വരികളെടുത്ത് നേരത്തെ അജീഷ് മാഷ് അത് പറയുകയുണ്ടായി. നമ്മുടെ ഈ ലിങ്ക് അയക്കുന്നതിന്റെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓരോ വിദ്യാലയത്തിലും സ്റ്റാഫ് റൂമിൽ എഴുതി വെക്കേണ്ടതെന്ന് തോന്നി ആ വരികൾ. പ്രിയപ്പെട്ട അധ്യാപകന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരിക്കലൊരു ശിഷ്യൻ എഴുതി, മാഷ്, നിങ്ങൾ പഠിപ്പിച്ചു തന്ന ചോദ്യോത്തരങ്ങളുടെയും ആ വിഷയത്തിൽ എനിക്ക് കിട്ടിയ മാർക്കിന്റെയും പേരിലല്ല ഞാൻ നിങ്ങളെ ഓർക്കുന്നത്. നിങ്ങൾ അന്ന് ഞങ്ങൾക്ക് കാട്ടിത്തന്ന നല്ല സിനിമകളുടെ പേരിലാണ്. ഈ 2 വരികളും മതിയാവും മാഷെ. മാഷിന്റെ അധ്യാപക ജീവിതത്തിന്റെ തായ്വേരുകൾ എന്ന് പറയുന്ന ലേഖനവും മാഷിന്റെ അധ്യാപക ജീവിതത്തിലെ തായ്വേരുകളായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഈ കാലത്ത് B.Ed ക്ലാസ്സുകളുടെ ദാരുണമായൊരവസ്ഥ പറഞ്ഞാല് കുട്ടികൾക്ക് അഖിൽ ധർമ്മജനെയും നിമ്നയും ഒക്കെ അറിയാം. പക്ഷെ P. പ്രേമചന്ദ്രൻ അറിയില്ല, P. പവിത്രൻ അറിയില്ല, എന്തിന് K. ജയകുമാർ സാറിന് അറിയില്ല. ഒരുപക്ഷെ അത് മാഷ് പറഞ്ഞ പോലെ നമ്മുടെ SSA ആരംഭിച്ച 90കളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു തോന്നുന്നു. അധ്യാപനത്തെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് മാത്രമായി കണ്ടുകൊണ്ട് കുറേ കൂടി കംഫർട്ട് സോണിലുള്ള ഒരു ജോലിയായിട്ടും കുറേ കൂടി ആദരവ് കിട്ടുന്ന ഒരു ജോലിയായി കണ്ടുകൊണ്ടും മാത്രം വരുന്നതിൻ്റെ കുഴപ്പങ്ങൾ അന്നും ഇന്നും ഇപ്പോൾ 10-35 വർഷമായല്ലോ
എന്നിട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വ്യാഴാഴ്ച വായനാഴ്ച എന്നുള്ള ഈ പരിപാടി ഈ ഒരു ലക്കം ഒരു സുവർണ ലക്കമാക്കി മാഷ് മാറ്റി എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകത കണ്ടത് ഈ പലതരം ജീവിതങ്ങളുടെ, പലതരം ദേശങ്ങളുടെ, പല തരം അറിവുകളുടെ, അത് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള കുറേ മനുഷ്യരെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇന്ന് വൈകിട്ട് ഇങ്ങനെ ഇരുത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ വ്യാഴാഴ്ച വായനാഴ്ച ഒരു വലിയധികം ഉപകരിക്കുന്ന രീതിയിൽ ഇന്നൊരു രാത്രി ഇങ്ങനെ വാഴുകയാണ്. അതിന്റെ ഒരു സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഈ പുസ്തകം ഒരു പുസ്തകമല്ല, ശരിക്കും അതൊരു പാഠപുസ്തകമാണ്. ശരിക്കും പാഠപുസ്തകം പഠിക്കേണ്ട പുസ്തകമാണല്ലോ, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട പുസ്തകമാണല്ലോ. ആ അർത്ഥത്തിൽ മാഷിന്റെ ഈ പുതിയ പുസ്തകവും ഒരു പാഠപുസ്തകമാണ്. ഇതിൽ ഓരോ അധ്യായവും എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത് ഓരോന്നും ഓരോ ഷോർട്ട് ഫിലിമാണ്, ഒരു ചർച്ച ചെയ്യേണ്ട തീമാണ്, സെമിനാർ വെക്കേണ്ട തീമാണ്. എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് അത്ഭുതം തോന്നി. ഈ പുസ്തകം കാത്തിരിപ്പിന്റെ ഒരു അവസാനം കൂടിയാണ്. കാരണം നമ്മൾ പത്രങ്ങളിലും ആഴ്ചപ്പതിപ്പുകളിലും മാഷ് പറഞ്ഞ എതിർദിശയിലൊക്കെ വായിച്ച സമയത്ത് അങ്ങ് കൈമോശം വരികയും പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് സമാഹരിച്ച് കിട്ടുമോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൈ വന്നൊരു പുസ്തകമാണ്. എന്തൊരു ആനന്ദാണെന്നറിയോ ഈ പുസ്തകം. ഞാനാണ് മാഷെ തൃശ്ശൂർ മാതൃഭൂമി ബുക്സ് ആദ്യം വാങ്ങിയ ഉപഭോക്താവ്. അപ്പോൾ അത് വലിയ സന്തോഷം തോന്നി. അത് ആ കവർ പേജിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഗംഭീരം. ചിരിച്ചു മരിച്ച ക്ലാസ് മുറികൾ, അതിൽ ചിരി മരിച്ചാന്നും കൂടി കാണിക്കാൻ മാഷിന്റെ ആ ക്രിയേറ്റിവിറ്റി കവർ പേജിൽ കാണിച്ചതിലും പ്രത്യേകം. അത് പല രീതികളിൽ ഈ പുസ്തകം മാതൃകയാവുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം എടുത്ത് പറയാതെ വയ്യ എന്നുള്ളതാണ്. എന്തായാലും പിന്നെ അറിയാലോ, ഞാനതാണ് ഈ പറയുന്നത്. പി പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഒരു ബ്രാൻഡാണ് ശരിക്കും. ബ്രിട്ടാനിയ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു ബ്രാൻഡാണ്. അതിനായിട്ട് ഉപമിക്കാൻ പറ്റില്ല, ഒരു കോർപ്പറേറ്റ് സ്വഭാവമാണ്. എന്നാലും മാഷ് ഞങ്ങൾക്കൊക്കെ ഒരു ബ്രാൻഡാണ്. മാഷ് ഒന്നേ ഉള്ളൂ, ഒറ്റ പീസുള്ളൂ, ഇനി കിട്ടാനില്ല, ഇനി വരാനും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ആ ഭാവി എന്ന പുസ്തകം വായിച്ച കാലത്ത് തന്നെ കിളിപോയതാണ്. അതിന്റെ ഒരു രണ്ടാം ലക്കം കിട്ടിയപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ബോബി ജോസ് കട്ടിക്കാട് അച്ഛന്റെ പുസ്തകമൊക്കെ വായിക്കുന്ന ഒരു സുഖമുണ്ട് കേട്ടോ ഇതിന്. ആ കഥ പറച്ചിലുകളും അതിൽ മാഷ ഒരു കുറച്ചും കൂടെ എന്താ പറയാ, ഒരു കഥാപ്രസംഗകന്റെ തന്ത്രമൊക്കെ ഉപയോഗിച്ച് ചില അഭ്യാസങ്ങളൊക്കെ ഇതിൽ പല അധ്യായങ്ങളിലും കാണിക്കുന്നത്. അത് അന്ന് ലേഖനങ്ങൾ ഒറ്റയായി വായിച്ചപ്പോഴും അനുഭവിച്ചതാണ്. എന്തായാലും ഇതൊക്കെ പലർക്കും സമ്മാനം കൊടുക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഒരുപക്ഷെ BEd, TTC, DEd പോലുള്ള ഇടങ്ങളിൽ റഫറൻസ് ഗ്രന്ഥമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പഠിക്കാനുള്ള അനുബന്ധ വിഷയസൂചിയിലും കൂടി ഉൾപ്പെടുത്തേണ്ട പുസ്തകങ്ങളായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എത്രമാത്രം ടീച്ചർ ട്രെയിനേഴ്സ് തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നുള്ളതും, ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവി തന്നെ എത്ര അധ്യാപകർ വായിച്ചിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യം ഉണ്ടെന്നുള്ളതാണ്. ഈ ലക്കം വ്യാഴാഴ്ച വായനാഴ്ച ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പ്രേമേന്ദ്രൻ മാഷിന്റെ ഇക്കാലം അത്രയും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മുത്തകുന്നം SNM ട്രെയിനിങ് കോളേജിന്റെ ഒരു സ്നേഹ ആദരമായിട്ട് സദയം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സന്തോഷ ലക്കമായിട്ട് ഒരു മെമൻറ്റോ തരുന്ന പോലെ ഇതിനെ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. നേരത്തെ എൻ്റെ സുഹൃത്തും സഹപാഠി ജൂനിയർ ആയിരുന്ന മുഹമ്മദ് റിയാസ് മാഷ് പറഞ്ഞതുപോലെ പല മനുഷ്യർ ഇതിനകത്ത് ഒന്നിച്ച് കുട്ടികൾക്കൊപ്പം നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക എവിടെയും കിട്ടാത്തൊരു പ്രാക്ടിക്കൽ സെൻസ് പകരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഈ വായനാസുഖം തന്നെയാണ് ഈ പുസ്തകത്തിനെ വേറിട്ടതാക്കുന്നത്. അതിൽ സിനിമയും ആ പ്രതിജ്ഞയുടെ ആർട്ടിക്കിളൊക്കെ എടുത്തു പറയേണ്ട ഒരു ആർട്ടിക്കിളാണ്. പ്രതിജ്ഞ കൈ കഴിഞ്ഞ അല്ലെ, അങ്ങനത്തെ ഒരു ശീർഷകമാണ്, ഗംഭീര ശീർഷകങ്ങളാണ്. കൈ ധാരാളം കടക്കുന്ന, കൈ പിടിച്ചിട്ട് കൈ കടച്ചു പോവല്ലോ, അതെ 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 കൈ കടക്കുന്ന അത് പ്രതിജ്ഞ. പലപ്പോഴും പ്രതിജ്ഞകൾ എടുക്കുന്നത് അങ്ങനെ ഒരു കൈ കഴിഞ്ഞ് താഴത്തേക്ക് ഇടുകയാണല്ലോ. ശീർഷകങ്ങളുടെ ഒരു ചാരുത അത് മാഷിന്റെ ഒരു കഴിവ് തന്നെയാണ്. അത് പ്രത്യേകം വായിക്കണ്ട ലേഖനം, പിന്നെ വായിക്കണ്ട. ചില വീടിന്റെ ഗേറ്റും മറ്റേ അതിന്റെ മുന്നിൽ പേര് എഴുതി വെച്ച് കണ്ടാൽ തന്നെ അതിനകത്തെ സമ്പന്നത അറിയാന്ന് പറഞ്ഞ പോലെ ഈ ശീർഷകങ്ങൾ വായിച്ച് തന്നെ അതിൽ ഉള്ളടക്കങ്ങൾ അറിയാൻ പറ്റും. അതും ഒരു വലിയ കൽപ്പറ്റ മാഷിനേക്കാളും കവച്ചു വെച്ച പോലെയാണ് ചില നേരത്ത് അതിന്റെ ശീർഷകങ്ങൾ കാണുന്നത്. നല്ല ശീർഷകങ്ങൾ കൽപ്പറ്റ നാരായണ മാഷിന്റെ അതിൽ കണ്ടിട്ടുണ്ടല്ലോ ധാരാളം. അപ്പൊ ഇങ്ങനെ ധാരാളം സിദ്ധാന്തങ്ങളും അതിൻ്റെയൊക്കെ പ്രയോഗതലങ്ങളും കുറെ മനുഷ്യരെയും കുറെ കുട്ടികളെയും നമ്മൾ ഇതിലെ ഓരോ ലേഖനങ്ങളിലായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറിച്ചെടുത്താൽ വേറൊരു നോട്ട് പുസ്തകം വലിപ്പമുള്ളത് ഒരെണ്ണം കൂടെ വേണ്ടി വരികയാണ്.
എന്തായാലും ഈ പുസ്തകം വായിച്ചാൽ ചിരിച്ചു മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ക്ലാസ് മുറികൾ ചിരി മറന്നു എന്ന പോലെ നമ്മളും ചിരി മറന്നിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിന് ഒരു പോളിസി ഉണ്ട് പക്ഷേ സ്മൈലിംഗ് ക്യാമ്പസ് എന്നാണ്. പക്ഷെ ഇനി വരുമ്പോൾ കാണാം, സ്മൈലിംഗ് ക്യാമ്പസ് എന്നൊരു പോളിസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ. അതെ അതെ പ്രത്യേകിച്ച് അതെ അതെ, നല്ലത്. അവിടെ ഞാൻ വരാം. മാഷിനെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരോടും ചിരിക്കാൻ, അപരിചിതരോടും ചിരിക്കാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എത്ര സങ്കടങ്ങളിലും ചിരിക്കുക. ചിരിക്കുന്ന ക്ലാസ് മുറികൾ ഒരുപാട് എളുപ്പത്തിൽ കാര്യങ്ങൾ വിനിമയം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പം മാഷിനെക്കാളും കൂടുതൽ സംസാരിച്ചോന്ന് തോന്നുന്നു. എന്തായാലും സംസാരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചു പോയത്. അപ്പോൾ ഇത് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓരോ കോപ്പിയെങ്കിലും എല്ലാവരും വായിച്ചിരിക്കണം, ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. പിന്നെ സർവോപരി ഇന്നത്തെ പുസ്തക അവതരണം നടത്തിയ അജീഷ് കുമാർ മാഷ്, അത് പിന്നെ നമ്മുടെ കുടുംബാംഗം തന്നെയാണ്. മാഷ് ഏതായിരുന്നു മാഷെ വർഷം? മാഷ് പോയോ? 2004 അജീഷ് ഉണ്ട്, തോന്നുന്നു. അജീഷ് ഉണ്ട്. മാഷ 2004 എന്തായാലും വേണ്ടില്ല. 2000-ന്റെ തുടക്കത്തിലായിരുന്നു മാഷ് അവിടെ പഠിച്ചത്. അത് അന്ന് തൊട്ട് ഇന്ന് വരേക്കും കൂടെയുണ്ട്. ഞങ്ങളുടെ വ്യാഴാഴ്ച ലക്കങ്ങൾ പലതും ഈ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത് സാർ. അപ്പം അതിൻ്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അജീഷ് മാഷിനോട് പ്രത്യേകം സ്നേഹം നന്ദിയൊക്കെ പറയുകയാണ്. ഇന്ന് മോഡറേറ്ററായ ലക്ഷ്മിയെ പ്രത്യേകം അഭിനന്ദിക്കണം. മൂപ്പർക്ക് മലയാളം പറയാനൊക്കെ ഒത്തിരി പേടിയൊക്കെയാണ്. അവര് കണക്ക് അധ്യാപക വിദ്യാർത്ഥി കൂട്ടാണെന്ന്. അപ്പോൾ എന്നിട്ടും ഇത് ഇത്രയും മനോഹരമായിട്ട് വളരെ ഒരു ലാളിത്യത്തോടു കൂടി മോഡറേറ്ററായ ലക്ഷ്മിക്ക് പ്രത്യേകം കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ സ്വാഗതം പറഞ്ഞ ആർദ്ര രാജേഷ് നന്നായി സ്വാഗതം പറഞ്ഞു. ഇനി നന്ദി പറയാൻ പോകുന്ന അശ്വിനി, പിന്നെ മറിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട് ഇതിൽ, ഈ ലിങ്ക് കൈകാര്യം ചെയ്യുന്ന ദേവിക, അതുപോലെ കൂട്ടുകാരി നാദിയൊക്കെ ഉണ്ട് മാത്സിലെ. എല്ലാവരും വളരെ സ്നേഹപൂർവ്വം ഇതിനെ പിന്തുണച്ച് എന്ന കാര്യവും പറയുകയാണ്. അധികം നീട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സമയം കുട്ടികൾക്കും കുറെ നേരമായല്ലോ. മാഷെ, അപ്പോൾ ഒരുപാട് സന്തോഷം. മാഷിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ മാഷ്? ഒരു ഇല്ല, വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാഠ്യപദ്ധതിയുടെ തുടക്കകാലത്ത് തന്നെ ഞാൻ വന്ന ഒരു ക്യാമ്പസ്, എൻ്റെ ആദ്യ പുസ്തകം, ഞാനിപ്പോ എൻ്റെ സിനിമയെ കുറിച്ചുള്ള 3 പുസ്തകങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പുസ്തകം കേരള ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഞാൻ കേരള ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി എഴുതിയതാണ്. അത് സെർബിയൻ സംവിധായകനായിട്ടുള്ള ഇമിർ കുസ്തുറിക്ക എന്ന് പറയുന്ന ഒരാളുണ്ട്. വളരെ വിചിത്രമായ സിനിമകൾ എടുക്കുന്ന, നമ്മൾ അമ്പരന്ന് പോകുന്ന സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനാണ് ഇമിർ കുസ്തുറിക്ക. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു ലെജൻഡ് പോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു മനുഷ്യനാണ് എമിർ കുസ്തുറിക്ക എന്ന് പറയുന്ന. പഴയ യുഗോസ്ലാവിയ, ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിലും ഈ ബോസ്നിയയിലുമായിട്ട് ജീവിക്കുന്ന. അദ്ദേഹത്തിന്റെ 13 സിനിമകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കൽ കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിന്റെ അദ്ദേഹത്തിന്റെ റിട്രോസ്പെക്റ്റീവ് നടത്തുകയും അദ്ദേഹത്തെ ഇവിടെ മുഖ്യ അതിഥിയായി വിളിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. റിട്രോസ്പെക്റ്റീവ് നടന്നെങ്കിലും അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് തനിയെ വരില്ല. അദ്ദേഹത്തിന് വലിയൊരു ഓർക്കസ്ട്ര കൂടി അദ്ദേഹം നടന്നത്. അദ്ദേഹം ഒരു ഫിലിം വളരെ 2 തവണ കാനിൽ പാംദിയോർ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുള്ള, അതോടൊപ്പം തന്നെ മികച്ച ഡയറക്ടർക്കുള്ള അവാർഡും കിട്ടിയിട്ടുള്ള വിരലിലെണ്ണാവുന്ന 5-8 സംവിധായകരെ ഇന്ന് വരെ സിനിമയുടെ ഈ 130 കൊല്ലത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരാളാണ് എമിർ കുസ്തുറിക്ക. അത് അദ്ദേഹത്തിന് 28ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പാംദിയോർ കിട്ടുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ ആവേശഭരിതനായി പോകും. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം ചെയ്യുകയുണ്ടായി. ഞാൻ 13 സിനിമകളും വളരെ വളരെ വിശദമായി പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം, കല, 300 പേജിനടുത്തുള്ള പുസ്തകമായിരുന്നു അത്. അതെന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിരുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ അച്ചടിച്ചു വന്ന പുസ്തക രൂപത്തിൽ വന്നിട്ടുള്ള പുസ്തകം. തുടർന്നാണ് കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞ അടൂരിന്റെ സിനിമകളെ കുറിച്ചും മറ്റ് പല ലോക സിനിമകളെ കുറിച്ചും ഒക്കെയുള്ള ഒരു പുസ്തകം വന്നു. അത് ബോധി ബുക്സ് ആണ്, സൈൻ ബുക്സ് ആണ് പുറത്തിറക്കിയത് തിരുവനന്തപുരത്തും. അതിന് എനിക്ക് അക്കാഡമിയുടെ ഏറ്റവും മികച്ച സിനിമ നിരൂപണത്തിനുള്ള ഒരു പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. മറ്റൊരു സിനിമ പുസ്തകമാണ് സിനിമ എന്ന് പറയുന്ന രൂപകം എന്ന് പറയുന്ന, ഇതുപോലെ പല പ്രധാനപ്പെട്ട വാരികകളിലും മാസികകളിലും വന്നിട്ടുള്ള ലേഖനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയാണിത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് DC ബുക്സിൽ നിന്ന് പലസ്തീൻ മോൺ അമോർ, പലസ്തീൻ എൻ്റെ പ്രണയം,
എന്ന പേരിൽ ഒരു പുസ്തകവും കൂടി ഈ വർഷം തന്നെ പോലെ ഈ 2 പുസ്തകങ്ങൾ വായിച്ച ആളുകളെ കാണുക. അപൂർവ ആളുകളാണ് ഇത്തരം ഒരു ഫിക്ഷൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന നിരവധി പുസ്തകങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ നല്ല ഇത്തരം ഒരു പുസ്തകം ഒരാൾ വായിക്കുന്നു എന്നറിഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ്. എന്നെ അതുപോലെ മാതൃഭൂമിയുടെ മലപ്പുറത്തെ അവിടുത്തെ ബ്യൂറോ ചീഫ് എന്നെ വിളിക്കുകയുണ്ടായി. ആ പുസ്തകം വായിച്ചിട്ട് വളരെ സന്തോഷം കൊണ്ട് വിളിച്ചതാണ്, ഒരു സുഹൃത്താണ്. അദ്ദേഹം എല്ലാ BEd കോളേജിലും അതുപോലെ ഈ DEd കോളേജിലും ഈ പുസ്തകം ഒരു പാഠപുസ്തകമാക്കണമെന്ന് അദ്ദേഹവും എൻ്റെ അടുത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. പുസ്തകം വായിക്കുന്നു എന്നറിഞ്ഞാൽ അത്രയും എനിക്ക് സന്തോഷം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒരു ചർച്ച വെക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഉണ്ട് കൃഷ്ണകുമാർ സാറിനോട്, അജീഷിനോട്, അതുപോലെ ഇപ്പോഴും പ്രിൻസിപ്പൽ വന്നു, ടീച്ചേഴ്സ് പലരും വന്നു, എൻ്റെ പല സുഹൃത്തുക്കളും വന്നു. എല്ലാവരോടും ഈ വൈകിയ വേളയിൽ എൻ്റെയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എപ്പോഴും കൃഷ്ണകുമാർ സാറിനും കുട്ടികൾക്കും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. സന്തോഷം, വളരെ സന്തോഷം മാഷേ. ലക്ഷ്മി. അടുത്തതായി നന്ദി പറയുന്നതിനായി 2ാം വർഷ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയായ അശ്വിനി CS ക്ഷണിക്കുന്നു. നമസ്കാരം. ചിരിച്ചു മരിച്ച ക്ലാസ് മുറികൾ എന്ന പുസ്തകത്തിന്റെ അവതരണത്തിലൂടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു മനോഹരമായ അധ്യായമാണ് ഇവിടെ സംഭവ്യമായത്. അതിലേക്ക് നന്ദി പറയുക എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി ഇന്ന് നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥിയായ ഈ പുസ്തകത്തിന്റെ രചയിതാവ് പ്രേമചന്ദ്രൻ മാഷിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ മനോഹരമായി തന്നെ ഈ പുസ്തക നിരൂപണം അവതരിപ്പിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അജീഷ് കുമാർ മാഷിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചർക്കും ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ മാഷിനും ഹിര ടീച്ചർക്കും മോണിക മാമിനും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത മറ്റ് അധ്യാപകരെയും ഇതിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സിനെയും ഈ പരിപാടി ഉടനീളം ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.